വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യൽക്കാർക്കുള്ള ഏകാഗ്രത പോലെ തികച്ചും ഏകാഗ്രതയോടെ ഈ വചനത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. ധന്യനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാണ്. ചില വാക്യങ്ങൾ പ്രിയപ്പെട്ടവർ വായിച്ച് സഹായിക്കാൻ ഒരു മൈക്രോഫോണിൻ്റെ സഹായത്തോടുകൂടെ മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാകുന്ന നിലയിൽ നിങ്ങൾ സജ്ജമാകണം. പ്രിയ ദൈവദാസൻ ആ മൈക്രോഫോൺ ഒന്ന് കൊടുത്ത് ചില പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളിൽ പെട്ടെന്ന് വായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുള്ള ബന്ധത്തിലെ ക്രമീകരണങ്ങൾ ഒന്ന് ചെയ്യുവാനായിട്ട് ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വേഗം ചില പ്രിയപ്പെട്ടവർ പരിചയമുള്ളവർ ഒന്ന് വായിച്ച് സഹായിക്കുക. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം 1-ന്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ പെട്ടെന്ന്. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. എല്ലാ ദൈവമക്കളും ശബ്ദമൊന്ന് ഉയർത്തി പറഞ്ഞേ, നിത്യനാശം എന്ന ശിക്ഷാവിധി. എല്ലാവരും കൂടെ അല്പ മിനിറ്റുകൾ അന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ. ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, നിത്യനാശം എന്ന ശിക്ഷാവിധി. ശ്രദ്ധിക്കണേ, മുന്നറിയിപ്പ് അവഗണിച്ചാൽ അപകടം കൺമുൻപിലുണ്ട്. ഈ ജീവന്റെ വചനം ശക്തമായ മുന്നറിയിപ്പാണ്. ഇന്ന് രാത്രി അമ്മൂമ്മ കഥ പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഇത് ശക്തമായ മുന്നറിയിപ്പാണ്. ഒരിക്കൽ ഒരു മകൾ സ്കൂളിലേക്ക് പോകാൻ നേരത്ത് സുവിശേഷകനായ അപ്പനോട് പറഞ്ഞു, പപ്പാ എനിക്കൊരു ട്രാക്റ്റ് വേണം, അതും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ട്രാക്റ്റ് വേണം കേട്ടോ. മോളെ, നിനക്കെന്തിനാണ് ഈ ട്രാക്റ്റ്? അത് ഞാൻ ഒരാൾക്ക് കൊടുക്കാനാ. നിഷ്കളങ്കമായി ആ കുഞ്ഞ് പറഞ്ഞതനുസരിച്ച് ആ ദൈവദാസൻ തൻ്റെ പുസ്തകക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒരു ട്രാക്റ്റ് എടുത്ത് കൈ കൊടുത്തു. ഈ ട്രാക്റ്റുമായി പോയ കുഞ്ഞ് സ്കൂളിൽ ആർക്കും കൊടുക്കാൻ കഴിയാതെ ഒരു ഒലിപ്പതോടിനപ്പുറത്ത് തൻ്റെ വീടിൻ്റെ ഭാഗത്ത് വന്നിറങ്ങിയപ്പോഴാണ് രാവിലത്തെ ട്രാക്റ്റിൻ്റെ കാര്യം ഓർത്തത്. അവൾ സ്കൂൾ ബാഗ് തുറന്ന് ട്രാക്റ്റ് എടുത്തു. ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് വെച്ച് പെട്ടെന്ന് ശ്രദ്ധിച്ചു, ആറ്റിലേക്ക് തോടൊഴുകിയിറങ്ങുന്ന സ്ഥലത്ത് ഒരു ചേട്ടൻ, ഒരു ക്രൈസ്തവ സഹോദരൻ നിന്ന് ഒരു പശുവിനെ കുളിപ്പിക്കുന്നു. ഓടിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് ഈ ട്രാക്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് വായിക്കണം കേട്ടോ. പെട്ടെന്ന് ഇത് വാങ്ങിച്ചിട്ട് ഇതിന്റെ തലക്കെട്ടിലൂടെ അദ്ദേഹം ഒന്ന് കണ്ണോടിച്ചപ്പോ യേശുവെന്നും നിത്യനരകമെന്നും ഒക്കെ കണ്ടപ്പോ ചുരുട്ടിക്കൂട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് ചോദിച്ചു, നിന്റെ അപ്പനെ പോലെ നീയും മതപരിവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയല്ലേ? ആ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് കയറി അങ്ങ് പോയി. അന്ന് വൈകിട്ട് ഇദ്ദേഹം വീട്ടിൽ തിരിച്ചു ചെന്നില്ല. അന്വേഷിച്ചിറങ്ങിയ നാട്ടുകാർ താഴത്തെ ആറ്റുകടവിൽ വേരുകെട്ടുകൾക്കിടയിൽ ഡെഡ് ബോഡി കണ്ടുപിടിച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ചുഴലി രോഗ ബലഹീനനായ ഇദ്ദേഹം ഫിക്സ് വന്ന് വെള്ളത്തിൽ വീണു മരിച്ചതാണ് എന്ന് തെളിഞ്ഞു. മരണകാരണം പറയാനല്ല ഞാൻ വന്നത്. ഒരാൾക്ക് ട്രാക്റ്റ് കൊടുക്കണം എന്ന ആഗ്രഹത്തോടെ അപ്പൻ്റെ കയ്യിൽ നിന്നും ട്രാക്റ്റ് വാങ്ങുകയും ആ ട്രാക്റ്റ് ആർക്കും കൊടുക്കാതെ ആ കടവിൽ വന്നപ്പോൾ മാത്രം ഓർക്കുകയും മരണത്തിന് തൊട്ടു മുൻപ് ആ മനുഷ്യന്റെ കൈകളിൽ ആ ട്രാക്റ്റ് എത്തിക്കുകയും ചെയ്യത്തക്ക വിധത്തിൽ വ്യാപരിച്ച അതേ ദൈവശക്തിയാണ് ഈ സുവിശേഷത്തിന്റെ പുറകിലും വ്യാപരിച്ചിരിക്കുന്നത്. ഇത് മിച്ചപ്പണം ചിലവഴിക്കാൻ വെച്ച യോഗമല്ല. ആത്മാർത്ഥതയുള്ള ചില സഹോദരങ്ങളുടെ പിന്തുണ, ഈ കുടുംബാംഗങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പിന്തുണ ഞാൻ മനസ്സിലാക്കുമ്പോൾ തന്നെ പറയട്ടെ, ഇത് മുന്നറിയിപ്പാണ്. അടുത്ത വർഷം ഇതുപോലൊരു പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടായെന്ന് വരില്ല. നമുക്കറിയാം, ഒരിക്കലൊരു അധ്യാപകൻ വീടിന്റെ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥിയോട് പറഞ്ഞു, മോനെ, നിന്റെ അപ്പൻ ചുമട്ടുതൊഴിലാളിയാണ്,
നീ നന്നായി പഠിച്ചാൽ നിന്റെ ജീവിതം മാറും. അതുകൊണ്ട് പഠിക്കണം കേട്ടോ. പക്ഷേ അവൻ ഉഴപ്പി. വൃദ്ധനായ അധ്യാപകൻ അവൻ്റെ അപ്പനെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാ. ആ വൃദ്ധനായ അധ്യാപകൻ ടൗണിൽ കൂടെ വരുമ്പോൾ ഈ പഠിപ്പിച്ച മകൻ ചുമട്ടുതൊഴിലാളിയായി അപ്പൻ്റെ ഡ്യൂട്ടി ചെയ്ത് ഒരു ചാക്ക് അരി ചുമ്മി കടയിലോട്ട് കയറ്റുമ്പോൾ കണ്ണ് നനഞ്ഞിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ നന്നായി പഠിക്കണം, അല്ലെങ്കിൽ അപ്പൻ്റെ അവസ്ഥ നിനക്കും വരുമെന്ന്. നീ മുന്നറിയിപ്പ് അവഗണിച്ചു. നമുക്കറിയാം, സൂര്യഗ്രഹണം ഉണ്ടാകുന്നതിന് മുൻപ് വാർത്താ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വരും, നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആരും സൂര്യനെ നോക്കരുത്. എന്താ നോക്കിയാൽ? നോക്കിയിട്ടുള്ള പലരും അന്ധരായി പോയിട്ടുണ്ട്. പുറപ്പെടുന്ന കിരണങ്ങളുടെ ഭീകരതയാണെന്നുള്ള കാരണം ആ പത്രവാർത്ത മുന്നറിയിപ്പാണ്. ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ കടശി സന്ദേശം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കുള്ള മുന്നറിയിപ്പാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ശക്തമായ മുന്നറിയിപ്പ്. എന്താണ് മുന്നറിയിപ്പ്? സുവിശേഷം അനുസരിക്കാത്തവർ യേശുക്രിസ്തുവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യനാശം എന്ന ശിക്ഷാവിധി, ഇത് സത്യമാണോ? നരകം യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. അത്രയും പോരല്ലോ, ഒന്നുകൂടെ ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. നരകം സത്യമാണോ? വിശുദ്ധ ബൈബിളിൽ നരകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞത് നാം പ്രസംഗിക്കുന്ന നമ്മുടെ രക്ഷകനാണ്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ രക്ഷകൻ, നിന്റെ കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നു എങ്കിൽ ചുഴന്നെടുത്തെറിഞ്ഞു കളക. അത് രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. നിന്റെ കൈ നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടിയെടുത്തെറിഞ്ഞു കളക. രണ്ട് കൈയുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കയ്യനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. അവിടെ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും എന്ന് അരുളി ചെയ്തത് ദൈവത്തിന് സ്തോത്രം സോക്രട്ടീസ് അല്ല, പ്ലേറ്റോ അല്ല, അരിസ്റ്റോട്ടിൽ അല്ല. വാക്കുകളിൽ ഇതുവരെ സത്യസന്ധത പുലർത്തിയിട്ട് പറഞ്ഞ വാക്ക് തെറ്റാതെ നിവർത്തിച്ച നമ്മുടെ രക്ഷകൻ ഉറപ്പിച്ചു പറയുന്നു, നരകം സത്യമാണ് എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ തീ കൊണ്ട് ഉപ്പിടുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് യേശു പഠിപ്പിച്ചു. ഞാൻ രാത്രി ചോദിക്കട്ടെ, മീൻ ഊറക്കിടുന്നത് ഉപ്പിടുന്നത് കണ്ടിട്ടുള്ളവർ എത്ര പേര് ഇവിടെയുണ്ട്? ആദ്യം ഉപ്പടുക്കും, അതിന്റെ പുറത്തോട്ട് മീനടുക്കും, അതിന്റെ പുറത്തോട്ട് ഉപ്പടുക്കും, അതിന്റെ പുറത്തോട്ട് മീനടുക്കും. ഇങ്ങനെ ഉപ്പിനകത്ത് മീൻ തുകച്ചു വെക്കുന്ന ഒരു പ്രകൃതമുള്ളത് പോലെ തന്നെ ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകത്തിൽ ആത്മാക്കൾ തുകച്ചു വെക്കപ്പെടുന്ന ഒരു കാലമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. ആത്മാക്കളുടെ ആ അഗ്നികുണ്ഠത്തിൽ നിന്ന് ക്രൂശിലെ രക്തത്താൽ എന്നെ വിടുവിച്ച എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി ഓർത്ത് ഞാൻ ഈ രാത്രി ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. പട്ടും ധൂമ്ര വർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ സുഖലോലുപതയിൽ കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് ധനവാനെ പോലെ നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും, എന്നാൽ ഇവിടെ മാറി പുതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഇന്ന് രാത്രി കിടക്കുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ എൻ്റെ പേർ വിളിക്കുമ്പോൾ എൻ്റെ രക്ഷകന്റെ മാർവിലാണ് എൻ്റെ ആശ്രയമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ പോലെ ഭാഗ്യശാലി മറ്റാരുമില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടുന്ന് കരമടിച്ച് ആരാധിച്ചിട്ട് പറയണം, ഞങ്ങൾ പ്രാപിച്ച നിത്യജീവന്റെ ശക്തി പോരാ പോരാ പോരാ. ഞങ്ങൾ പ്രാപിച്ച നിത്യജീവന്റെ ശക്തി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. ദൈവ തേജസ്സിന്റെ മേഘം ഈ ഊരമ്പിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ ശിരസിന് മീതെ നിഴൽ വിരിച്ച്
ജീവിച്ചിരിക്കുമ്പോൾ പാതാള ശക്തികൾ ബന്ധിച്ചൊതുക്കി ചില വ്യക്തികളെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിനും മരണദൂതൻ ചില പ്രിയപ്പെട്ടവരുടെ മുഖം മൂടേണ്ടതിനും ഇന്ന് രാത്രിയും പദ്ധതിയിട്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചിട്ട് ചില ആത്മാക്കൾ വിടുവിക്കപ്പെടുന്ന രാത്രിയാകാൻ എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാരും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും അതിശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിത്യനാശമെന്ന ശിക്ഷാവിധിയിൽ നിന്ന് ആത്മാക്കൾ വിടുവിക്കപ്പെടണം. ഗ്ലോറി ഗ്ലോറി, ദൈവത്തിന് മഹത്വം. സാധു സുന്ദര സിംഗ് എന്ന ദൈവദാസൻ ഒരിക്കൽ ഹിമാലയ മേഖലയിൽ പ്രാർത്ഥനാ നിരതനായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ ശരീരരഹിതമായി ആത്മലോകത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ദർശനം കണ്ടു. സ്തോത്രം. സ്വർഗം മലർക്ക തുറക്കുകയാണ്. അത്തരം അനുഭവങ്ങൾ വെളിപ്പാടിൽ യോഹന്നാൻ എന്നതുപോലെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ആത്മലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് തൻ്റെ കൺമുൻപിലേക്ക് തേജസ്വിയായ ഒരാൾ വരികയാണ്. വന്നിട്ട് ചോദിച്ചു, സാർ എന്നെ അറിയുമോ സാർ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അറിയില്ലല്ലോ, ഒന്ന് പരിചയപ്പെടുത്തിക്കാട്ടെ. ഇത്ര ദിവസങ്ങൾക്ക് മുൻപ് ഒരു കുഷ്ഠരോഗി ആശുപത്രി അങ്ങ് സന്ദർശിച്ചത് ഓർക്കുന്നു. ഒരു പച്ച മറയ്ക്കകത്ത് വിരലുകൾ മുഴുവൻ ദ്രവിച്ചു പോയ, മൂക്കും ചെവിഭാഗവും ദ്രവിച്ചു വീണ ഒരു കുഷ്ഠരോഗിയുടെ അടുക്കൽ, ഒരു മാംസപിണ്ഡത്തിന്റെ അടുക്കലിരുന്ന് ക്രൂശിന്റെ വചനം പറഞ്ഞത് ഓർക്കുന്നു. നമ്മൾ ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്ന ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു നല്ല കാല കൺമുൻപിലുണ്ടെന്ന് ഈ രാത്രി വിശ്വാസ കണ്ണുകളാൽ കാണുന്ന ദൈവമക്കൾ കരം ഉയർത്തി പറയണം, അത് വരാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓർക്കുന്നു, ആ വ്യക്തിയാണ് ഞാൻ. ആ ഹോസ്പിറ്റലിൽ ഇന്ന ദിവസം ഇന്ന മാസം ഇത്രാം തീയതി ഞാൻ മരിച്ചു. പെട്ടെന്ന് ഈ ലോകത്തിലേക്ക് ഞാൻ കയറി വന്നു സാർ. എൻ്റെ മുറിഞ്ഞു പോയ മൂക്കും എൻ്റെ ഇരുന്നു പോയ വിരലുകളും തേജസ്സിൽ തിരിച്ചു വന്ന് യേശുവിൻ്റെ തേജസ്സിൻ്റെ തുല്യപ്രഭ ധരിച്ചിവിടെ എത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് താൻ ആത്മനിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് താൻ നേരെ ഈ ഹോസ്പിറ്റലിലെത്തി. ചുമതലപ്പെട്ടവരെ സ്വാധീനിച്ച് ഫയൽ എടുപ്പിച്ചു. ഈ ആളിൻ്റെ പേര് പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് രജിസ്റ്ററിൽ മരണം കുറിച്ചിരിക്കുന്ന ടൈം പരിശോധിച്ചപ്പോൾ താൻ ഞെട്ടിപ്പോയി. എന്നതറിയാമോ? ആത്മലോകത്തിൽ വെച്ച് ആ പ്രത്യേക പ്രാർത്ഥനാനിദ്രയിൽ താൻ ആ വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ഞാൻ ഇന്ന ദിവസം മരിച്ചു എന്ന് ഇദ്ദേഹം പറഞ്ഞ അതേ സമയമാണ് രജിസ്റ്ററിൽ കുറിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, മുൻപിൽ കിടന്ന് പിടയ്ക്കുന്ന എര, അതിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ചൂണ്ട, ചെകളയിൽ കുടുങ്ങുന്നത് വരെ മീന് എര സുഖമായിരിക്കും. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന സന്ദേശം ഒരുപക്ഷെ നിനക്ക് സുഖമാകില്ല. ലോകത്തിൻ്റെ ഇമ്പങ്ങൾ ചൂണ്ടയിൽ മറഞ്ഞിരിക്കുന്നത് പോലെ ഇരുട്ടിൻ്റെ ശക്തികൾ മറച്ചു വെച്ച് നിനക്കെതിരെ വാദിക്കുമ്പോൾ ഇന്ന് രാത്രി മീറ്റിംഗ് അവസാനിക്കും മുൻപ് പാപത്തിൻ്റെ ബന്ധനം വിട്ട് നിത്യജീവന്റെ ശക്തിയാൽ നിറഞ്ഞ് ക്രൂശിലെ രക്തത്താൽ കഴുകൽപ്പെടാൻ ദൈവാത്മാവ് രാത്രിയിലെ വ്യക്തികളെ ഒരുക്കുന്ന രാത്രിയാണ്. ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ എന്തധികം വരും? ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങളോട്. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ എന്തധികം വരും? സഹോദരിമാർ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഗോതമ്പ് ദോശ കണ്ടിട്ടേ ഇല്ലെന്നുള്ള ലക്ഷണമാണ്. എന്തധികം വരും? ഒന്നും അധികം വരില്ല. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ പിന്നെ ഒന്നും അധികം വരില്ല. സുവിശേഷത്തിൽ നിന്നും 4 കാര്യങ്ങൾ മാറ്റിയാൽ കുറെ വിശേഷം പറഞ്ഞേച്ച് പോകാമെന്നല്ലാതെ മറ്റൊന്നുമില്ല. എന്താ ഈ 4 കാര്യം? മനുഷ്യവർഗത്തിന്റെ സകല പ്രശ്നത്തിന്റെയും കേന്ദ്ര ബിന്ദു പാപമാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പാപത്തിന്റെ സ്വാഭാവിക പരിണിത ഫലം പകലിനെ രാത്രി പിന്തുടരുന്നത് പോലെ പാപത്തിന്റെ സ്വാഭാവിക പരിണിത ഫലം നിത്യ നരകം എന്ന മരണമാണ്. 3, ഈ വിഷയത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് യേശു ഭൂമിയിൽ ജനിച്ചത്.
അവന്റെ കാൽവറി ബലിമരണം എൻ്റെ പാപത്തിനുള്ള ദൈവത്തിൻ്റെ പരിഹാര വഴിയാണെന്ന് വിശ്വസിക്കാൻ ഒരാൾ തയ്യാറായാൽ നിന്റെ നിത്യത ഉറപ്പാക്കപ്പെടും. ഇതാണ് ജീവന്റെ സുവിശേഷം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. അല്ലാതെ മുട്ടുവേദന മാറ്റാനും പല്ലുവേദന നീക്കാനും നടത്തുന്ന ഇലക്ട്രോണിക് ഹിപ്നോട്ടിസം അല്ല സുവിശേഷ പ്രസംഗം. ഞാൻ പറഞ്ഞ ഭാഷ ആലോചിച്ച് പറഞ്ഞതാ. സ്തോത്രം. ജനത്തെ കുടുകുട ചിരിപ്പിക്കാൻ നടത്തുന്ന കോമഡി ഷോയും അല്ല സുവിശേഷ യോഗം. ഇന്ന് രാത്രി പ്രസംഗം അവസാനിക്കും മുൻപ് ചിലരുടെ പേരൂടെ ജീവന്റെ പുസ്തകത്തിൽ കുറിച്ചാൽ ഞങ്ങൾ ധന്യരായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി തിരിച്ചറിയണം എന്താണ് സുവിശേഷം. സ്തോത്രം. സുവിശേഷം, ഗോസ്പൽ, ഏവൻഗേലിയോൻ. എന്താണ് ഏവൻഗേലിയോൻ? ഗോ പോകുക, സ്പെൽ പറയുക, ഗോസ്പൽ പോയി പറയുക. ഗോഡ്സ്പെൽ ദൈവം സംസാരിക്കുന്നത്, അതാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? പാപക്കനി പിടിച്ചു കടിച്ച് പാളിച്ച പറ്റി പതനം ഭവിച്ച ആദി മാതാപിതാക്കൾ മരത്തിന് മറഞ്ഞപ്പോൾ മഹാദൈവം മനസ്സലിഞ്ഞ് തട്ടിക്കൂട്ടിയ ഒരു പരിഹാരമാർഗമല്ല സുവിശേഷം. എന്താണ് സുവിശേഷം? പാപത്താൽ വിവസ്ത്രരായ മാതാപിതാക്കൾ നഗ്നരായി ഭവിച്ചപ്പോൾ രണ്ടുപേരും കൂടി ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു കുറുക്കു വഴിയുമല്ല സുവിശേഷം. പുരാതനകാല നിത്യതയിൽ ആഴിയും ഊഴിയും തരിയും താരങ്ങളും നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും ഉണ്ടാകുന്നതിന് മുൻപ് മഹാദൈവം തൻ്റെ മഹാഹൃദയത്തിൽ പ്ലാൻ ചെയ്ത സാധുക്കളായ നമ്മെ നിത്യതയുടെ തങ്കത്തരി വീതിയിൽ എത്തിക്കാൻ ഇട്ട പദ്ധതിയുടെ ആകെ പേരാണ് ഇന്ന് രാത്രി നാം പ്രസംഗിച്ച് കേൾക്കുന്ന ജീവന്റെ വചനം. ഇത് കേൾക്കാൻ ദൈവം ഭാഗ്യം തന്നതോർത്ത് ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ച് ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ. ഞാനിവിടെ പ്രസംഗിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലാകണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സുവിശേഷം അനുസരിക്കാത്തവർ യേശു ക്രിസ്തുവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്ന്, സുവിശേഷത്തിന്റെ വിവിധ പേരുകൾ എന്തൊക്കെ? രണ്ട്, സുവിശേഷത്തിന്റെ സവിശേഷത എന്തെല്ലാം? മൂന്ന്, സുവിശേഷത്തിന്റെ സാധ്യത എന്ത്? നാല്, സുവിശേഷം അവഗണിച്ചാൽ ഉള്ള പ്രത്യാഘാതം എന്ത്? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒന്ന്, സുവിശേഷത്തിന്റെ വിവിധ പേരുകൾ എന്തൊക്കെ? രണ്ട്, സുവിശേഷത്തിന്റെ സവിശേഷത എന്ത്? മൂന്ന്, സുവിശേഷത്തിന്റെ സാധ്യത എന്ത്? നാല്, സുവിശേഷം അവഗണിച്ചാൽ ഉള്ള പ്രത്യാഘാതം എന്ത്? എല്ലാവരും കൂടെ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് ഇത് കേൾക്കുമ്പോൾ അറിയാത്തൊരു കത്തരകത്തുനിന്ന് വ്യാപരിക്കും. ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഇവിടെ കൂടിയിരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദൂത സഞ്ചയം ഇതിന് കാവലായി നിൽക്കുന്നുണ്ടെന്നും പാതാള ശക്തികൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ചില ദൈവമക്കളുടെ കുടുംബത്തിന് നേരെ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്നും കരിമരുന്നിൽ തീ തൊടുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പോലെ വിശ്വസിക്കുന്ന ദൈവമക്കളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ തൊടുമ്പോൾ ഇന്ന് രാത്രി അത്ഭുതത്തിൻ്റെ പൊട്ടിത്തെറികളോ അനുഭവിച്ച് ഇവിടുന്ന് എഴുന്നേൽക്കത്തുള്ളെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം. ഇവിടെ ഈ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ ബന്ധിച്ചൊതുക്കി നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ചില ആത്മാക്കളെ തടവ് വെട്ടി സ്വതന്ത്രമാക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കളുടെ മധ്യത്തിൽ ദൈവശക്തി ഇന്ന് രാത്രി കണക്കൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മുൾപ്പടർപ്പിന് മുകളിൽ സ്വർഗത്തിന്റെ തീ ജ്വലിച്ച് കത്തിയപ്പോൾ മുൾപ്പടർപ്പ് എരിഞ്ഞമരാതെ അത് സംരക്ഷിക്കപ്പെട്ടതുപോലെ നീ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും നിന്റെ ചുറ്റും ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിന്റെ കോശങ്ങൾ അറിയത്തക്ക വിധം ആത്മവ്യാപാരത്തിന്റെ ജ്വാല ഈ രാത്രി കത്തി ഉയരുന്ന രാത്രിയാകണം. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. സുവിശേഷത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി പറയാം,
ഇത് അനുഭവിച്ചിരിക്കൊട്ടുള്ളവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, അവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം. ഇന്ന് രാത്രി അനുഭവം പ്രാപിച്ച ദൈവമക്കളെ കണ്ടാൽ അറിയാമെന്നാ ഞാൻ ഈ രാത്രി പറഞ്ഞു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിൽ ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷ പ്രധാനപ്പെട്ട ഭാഷയാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴറിയാം നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച ആളാണോ എന്ന്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ചിട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മട്ടിൽ താടിക്ക് കയ്യും താങ്ങി ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ ഞാൻ കയറിപ്പോയേ തമ്പുരാനെ എന്ന് പറഞ്ഞ് ചില ആൾക്കാരുടെ ഇരിപ്പ് കാണുമ്പോഴേറെ ഇവൻ രക്ഷിക്കപ്പെട്ടതല്ല. സ്തോത്രം. കാരണം എന്തെന്നറിയാമോ? 5 താറാവ് മുട്ടയും 5 കോഴിമുട്ടയും കൂടെ ഒരു ആ കോഴിയുടെ കീഴിൽ കൊണ്ട് അടവെച്ച് വിരിച്ചിട്ട് ഒരാറ്റുതീരത്ത് കൊണ്ട് വിടണം. 5 കോഴിക്കുഞ്ഞുങ്ങൾ കരയ്ക്കോട്ട് ഓടിക്കയറും, 5 താറാവ് കുഞ്ഞുങ്ങൾ ആറ്റിലേക്ക് നീന്താൻ ഇറങ്ങും. ഇത് പഠിപ്പിച്ചു കൊടുത്തതല്ല, ജന്മപ്രകൃതിയാണ്. ദൈവത്തിന് സ്തോത്രം അല്ലേ? എലിയെ നെല്ല് പൊളിക്കാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല, കുരങ്ങിനെ മരം കയറ്റം പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഇവിടെ ഇരിക്കുന്ന വീണ്ടും ജനിച്ച ദൈവമക്കളെ സ്തോത്രം പറയാൻ പ്രത്യേകം ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴറിയാം നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവവൈതരാണോ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് സുവിശേഷത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അറിയാത്ത ഒരു ജ്വാല അകത്ത് കത്തിച്ചൊലിക്കും. അവന്റെ സ്ഥിരകളിൽ വ്യാപരിക്കുന്ന ഒരു ആത്മവ്യാപാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രസംഗശാസ്ത്രം പഠിച്ച കാലത്ത് ഞങ്ങൾ ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷ പഠിച്ചിട്ടുണ്ട്. ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷയെക്കുറിച്ച് നിങ്ങൾ വായിക്കണം, ഭയങ്കരമാണ്. കാലിന്മേ കാലി വെച്ച് മുകളിലിരിക്കുന്ന കാല് ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഒരാൾ യോഗത്തിലിരുന്നാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. സ്തോത്രം. ഒരാൾ ചൂണ്ടുവിരൽ കൊണ്ട് ചെവിപ്പുറകെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ പറയുന്നൊരു സന്ദേശമുണ്ട്. ഒരാൾ 2 കൈയും നെഞ്ചോട് പിണച്ചു വെച്ചുകൊണ്ട് മീറ്റിങ്ങിനകത്തിരുന്നാൽ പറയുന്നൊരു സന്ദേശമുണ്ട്. നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കൈയെടുത്ത് തലയുടെ പിൻഭാഗത്ത് ചെന്ന് വിശ്രമിച്ചുകൊണ്ട് മീറ്റിങ്ങിലിരുന്നാൽ പറയുന്നൊരു സന്ദേശമുണ്ട്. സ്തോത്രം. നിങ്ങൾ അറിയാതെ ആവർത്തിച്ചു മൂക്ക് ചൊറിയുകയോ ചെവിയുടെ പിൻഭാഗം ചൊറിയുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. ഇതെല്ലാം വിശദീകരിക്കാൻ നേരമില്ലെങ്കിലും എന്തിനേറെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാച്ചയെ നോക്കുകയാണെങ്കിൽ നിർത്താറായില്ലേ ഉപദേശി എന്നാ പറയുന്നത് ആർക്കാ മനസ്സിലാക്കാൻ വയ്യാത്തത്? സ്തോത്രം. ഇവിടെ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിനെ തൊട്ടാൽ, അത് വൈകാരിക സ്പർശനമേൽപ്പിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ കെമിക്കൽ തലം വരെ മാറും. ദൈവത്തിന് സ്തോത്രം. നല്ല വിശപ്പുള്ളൊരു സമയം ഒരു ജംഗ്ഷനിൽ വണ്ടി കയറാൻ നിൽക്കുമ്പോൾ അടുത്ത ഹോട്ടലിൽ നിന്നും മീൻ വറുത്തതിൻ്റെ ഗന്ധം ഉയരുന്ന സമയം ആളിൻ്റെ കൊതി എങ്ങനെയുണ്ടെന്ന് അറിയാൻ മൂക്കിൻ്റെ ചുറ്റളവിൻ്റെ ചലനം നോക്കിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. അല്ല, പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിനെ തൊട്ടാൽ ഭാവം മാറുമോ? വായി കപ്പലോടിക്കാമെന്ന് പറയല്ലേ, പറയും മാറും. ഞാനിവിടുന്ന് പ്രസംഗിക്കാൻ പോവുകയാണ് അടുത്ത 10 മിനിറ്റ്. വാളംപുളി, മനസ്സിലായല്ലോ? അതിൻ്റെ തവിട്ട് കളറിലുള്ള തോട് പൊളിച്ചു മാറ്റി ഹൽവയുടെ രൂപത്തിലെ മാതളം ഹലുവയുടെ രൂപത്തിൽ അടർത്തിയെടുത്ത് ഒരു സ്പൂണിലേക്ക് കൊണ്ടുവന്ന് ഉപ്പും മുളകും കൃത്യ അനുപാതത്തിൽ ഉടച്ചുരച്ച് ചേർത്ത് ഹൽവയുടെ പേസ്റ്റ് പരുവത്തിൽ ചൂണ്ടുവിരലിൽ എടുത്ത് അത് ചിലരുടെ നാക്ക് ചെന്ന് ചുണ്ടയെ തൊട്ടേച്ച് പെട്ടെന്ന് തിരിച്ചു പോകുന്നത് കണ്ടു. എന്നാ കാര്യം? ഫ്ലൂട്ട് വായിക്കുന്നവന്റെ മുൻപിൽ നിന്ന് വാളംപുളി തിന്ന് കാണിക്കാമോ? കുഴലിൽ കൂടെ വെള്ളം ചാടും. എന്താ കാര്യം? ഈ ശരീരത്തിൻ്റെ കെമിക്കൽ തലമാണ്. വിശദീകരിക്കുന്ന കാര്യം ഇഷ്ടമുണ്ടെങ്കിൽ ഭാവം മാറുമെങ്കിൽ എൻ്റെ നിത്യജീവന്റെ കാര്യം വിശദീകരിക്കുമ്പോൾ അത് പ്രാപിച്ചവൻ നാരായം വിഴുങ്ങിയതുപോലെ ഇരിക്കുകയില്ല. അത് പ്രാപിച്ചവന്റെ സ്തോത്രം കേട്ടാൽ അറിയാം. ഇന്ന് രാത്രി നിത്യജീവൻ അകത്തു പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി പറയണം, സുവിശേഷം അംഗീകരിച്ചതുകൊണ്ട് നിത്യനാശമെന്ന ശിക്ഷാവിധി ഒഴിക്കത്തക്ക വിധം എൻ്റെ മേൽ വ്യാപരിച്ച വിടുതലിനായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ശ്രദ്ധിക്കണേ, സുവിശേഷം എന്താണ്? ചില വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. വേഗം വായിക്കണം. ദൈവത്തിന് മത്തായി സുവിശേഷം 24:4 വാക്യം. സുവിശേഷം അതാണ് ശ്രദ്ധിക്കേണ്ടത്. മത്തായി 24:4 പെട്ടെന്ന് വായിച്ചാട്ടെ. 14 വേഗം വായിക്കണം. രാജ്യത്തിന്റെ ഈ സുവിശേഷം പ്രവൃത്തി 20:24 എടുത്തു വയ്ക്കണം. പെട്ടെന്ന് വായിക്കണം. ദൈവത്തിന് സ്തോത്രം. മത്തായി 24:14 വായിച്ചാട്ടെ. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷിയായി. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ആ തലയ്ക്ക് മുകളിൽ കരമുയർത്തി പറയണം, രാജ്യത്തിന്റെ സുവിശേഷം.
ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ. യെസ്, രാജ്യത്തിന്റെ സുവിശേഷം. സ്തോത്രം. എന്താ രാജ്യത്തിന്റെ സുവിശേഷം? ഇത് സാധാരണ സുവിശേഷമല്ല, ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. ഞാൻ ചോദിക്കുന്നു, കാണുന്ന ഒരു ലോകമുണ്ട്, കാണാത്ത ഒരു ലോകം ഇതിന്റെ പുറകിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവല്ലേ നിങ്ങൾ? മാംസപേശികളെ തുളച്ചു കയറി അസ്ഥികളുടെ ഉൾച്ചിത്രം എടുക്കുന്ന എക്സ്റേ റൈസുകൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിന്? നിങ്ങളുടെ വീട്ടിലെ ടിവിയുടെ റിമോട്ട് കൺട്രോൾ നിങ്ങൾ കണ്ണിന് നേരെ നിർത്തി അമർത്തി നോക്ക്. അതിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് റൈസുകൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. എന്തിന്? നമ്മുടെ നാട്ടിലെ ഒരു ശ്രദ്ധേയമായ ജീവിയാണ് വവ്വാൽ. ശാസ്ത്രലോകത്തിന് അത്ഭുതമാണ് വവ്വാൽ. ഏറ്റവും കൂടുതൽ ഹൃദയമിടിപ്പുള്ള ജീവികളിൽ ഒന്നാണ് വവ്വാൽ. വവ്വാൽ നിലത്തിരിക്കാറില്ല, മരത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കാറില്ല, തല കീഴായി തൂങ്ങിക്കിടക്കാറേ ഉള്ളൂ. എന്താ കാര്യം? അത് പോകുന്നത് ഫ്ലൈറ്റ് മോഡിലായിരിക്കും. അതിൻ്റെ വേഗത അസാധാരണ വേഗതയാണ്. അത് വൃക്ഷനിബിഡമായ വനമേഖലകളിലൂടെ പാഞ്ഞു പോകുമ്പോൾ ഒരു മരത്തിലും ഇടിച്ചു വീഴാതെ അത് പാഞ്ഞു പോകാൻ കാരണം അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ മുൻപിലത്തെ തടസ്സത്തിൽ ചെന്ന് തട്ടിയിട്ട് സ്വീകരിച്ച് തടസ്സം മാറി യാത്ര ചെയ്യുന്ന ഒരു ശബ്ദതരംഗം ഇത് പുറപ്പെടുവിക്കുന്നുണ്ട്. അത് കേൾക്കാൻ നമ്മുടെ ചെവിക്ക് കേൾവി ശക്തിയില്ല. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു ലോകം ഇതിൻ്റെ പുറകിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം. എൻ്റെ രക്ഷകൻ തേജസ് ഉടുത്തുകൊണ്ട് ഈ മീറ്റിങ്ങിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്ന കാഴ്ച വിശ്വാസ കണ്ണുകളാൽ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ കാരണം ഇതിന് നടുവിൽ അവൻ്റെ ആത്മസാന്നിധ്യമുണ്ട്. ഗ്ലോറി. നമ്മൾ ഇന്ന് രാത്രി ഇരിക്കുന്നത് ഇത് കേരളമല്ലേ? തമിഴ്നാട്. ഓക്കെ, ഇത് തമിഴ്നാട് എന്ന ആ സ്റ്റേറ്റിൻ്റെ ഒരേ അറ്റത്താണ്, എഡ്ജിലാണ് ഇരിക്കുന്നത്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ ഭാഗത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഈ തമിഴ്നാട് പോലെ എത്ര സ്റ്റേറ്റുകൾ ഈ ഇന്ത്യയിലുണ്ടെന്ന് അറിയാമോ? സ്തോത്രം. എത്ര സ്റ്റേറ്റുകൾ! ഈ കാച്ചിക്ക പോലെ കിടക്കുന്ന കേരളം, കേരളത്തിനിപ്പുറമുള്ള തമിഴ്നാട്, ഇതുൾപ്പെടെയുള്ള നിരവധി സ്റ്റേറ്റുകൾ ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പുറകിൽ ഇതിൻ്റെ ജില്ല, ഈ ജില്ലയ്ക്ക് പുറകിൽ ഇതിൻ്റെ സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റിൻ്റെ പുറകിൽ ഈ മഹാരാജ്യം. ഇനിയും 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന 1.5 കോടി ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവ നിലയമായ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമായ പച്ചപ്പട്ടു വിരിച്ച ഈ ഭൂമി 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ഈ ഭൂമിയിലെ 195 UN അംഗീകരിച്ച രാജ്യങ്ങളിലെ ഒരു രാജ്യമാണ് ഈ ഇന്ത്യയെങ്കിൽ ഇതുപോലെ 194 രാജ്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, നമ്മൾ ഇരിക്കുന്ന ഊരമ്പെന്ന കൊച്ചു ഗ്രാമം, അതിൻ്റെ തൊട്ടുപുറകിൽ ഇത് ഉൾക്കൊള്ളുന്ന ജില്ല, അതിൻ്റെ തൊട്ടുപുറകിൽ ഇത് ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ്, അതിൻ്റെ തൊട്ടുപുറകിൽ ഇന്ത്യ മഹാരാജ്യം, അതിൻ്റെ തൊട്ടുപുറകിൽ ഈ ഭൂമിയിലെ 195ഓളം ലോകരാജ്യങ്ങൾ, അതിൻ്റെ തൊട്ടുപുറകിൽ സൗരയൂഥം, അതിൻ്റെ തൊട്ടുപുറകിൽ സൂര്യൻ എന്ന ആ മഹാ അഗ്നിഗോളം. ഇനിയും ഈ സൂര്യൻ ഉൾക്കൊള്ളുന്ന ഗാലക്സി ഏതാ? 40,000 കോടി നക്ഷത്രങ്ങളുള്ള സൂര്യൻ ഉൾക്കൊള്ളുന്ന മിൽക്കി വേ എന്നറിയപ്പെടുന്ന ഈ മഹാ ഗാലക്സിയിലെ ഒരു കുഞ്ഞൻ സൂര്യനാണ് നമ്മുടെ സൂര്യനെങ്കിൽ ഇന്ന് രാത്രി ഓർക്കണം, ഇതിൻ്റെ പുറകിലുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും ഇതിൻ്റെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ കണങ്ങാങ്കുടുക്ക പോലുള്ള തലയ്ക്കകത്ത് ഭാവനയിൽ കാണാൻ കഴിയാത്ത ലോകമാണ് പുറകിൽ കിടക്കുന്നത്. അതിനേക്കാൾ ചെറുതാണ് നമ്മൾ കാണുന്ന ലോകം. ഇന്ന് രാത്രി ദൈവമക്കൾ പറയണം, ഞങ്ങൾ കാണുന്ന ലോകം ചെറുതാണ്, ഞങ്ങൾ കാണാത്ത ലോകം വലുതാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാമോ? നീ കാണുന്ന ലോകം ചെറുതാണ്, നീ കാണാത്ത ലോകം വലുതാണ്. എന്നാൽ ഇവിടെ നിന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ സത്യം ഞാൻ പറയട്ടെ, നമ്മൾ
ഒരു ലോകത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാ. നമ്മൾ മറ്റൊരു ലോകത്തിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നവരാ. ഞാൻ ആ വാക്യം പറയുമ്പോൾ എൻ്റെ കൂടെ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറയണം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചവന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെങ്കിൽ ഞാനൊരു രാജ്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവനാ, ഞാനൊരു മറ്റൊരു രാജ്യത്തിൻ്റെ പ്രജയാ. ഇവിടെ ഇന്ന് രാത്രി ഇരുന്ന് ആരാധിക്കുന്ന ദൈവവൈതലേ, ഇവിടെ നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിനകത്തു നിന്ന് അവൻ്റെ രാജ്യത്തിലെ പ്രജ എന്ന ബന്ധനത്തിൽ നിന്ന്, അവൻ ഒരുക്കി വെച്ച ശാപത്തിൻ്റെ കണിയിൽ നിന്ന്, അവൻ തയ്യാറാക്കി കൊണ്ടുപോകുന്ന അഗ്നി നരകത്തിൽ നിന്ന് കൃപയാൽ നിത്യജീവന്റെ ശക്തി പ്രാപിച്ച് ദൈവരാജ്യത്തിന്റെ ഭാഗമാകാൻ ഒരു രാജ്യത്തിൽ നിന്ന് എൻ്റെ ദൈവം പറിച്ച് മറ്റൊരു രാജ്യത്തിൽ എന്നെ നട്ട എൻ്റെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഓർക്കുമ്പോൾ ഇവിടുന്ന് ആരാധിക്കുന്ന ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഞങ്ങൾ ഒരു രാജ്യത്തിന്റെ സുവിശേഷം ഇവിടെ പങ്കുവയ്ക്കുകയാ. അബ്ദൽ ഘടകന അധികനയാറുകൾ പ്രാർത്ഥിച്ചു തുടങ്ങണേ. ഞാനിന്ന് രാത്രി കൊച്ചു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. രാത്രി പകല് മുഴുവൻ ചില മതഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ കോളാമ്പി മുഴുവൻ ഉപയോഗിച്ച് നാട്ടുകാർക്കോ കുട്ടികൾക്കോ സ്കൂൾ പിള്ളേരുടെ പരീക്ഷ നടക്കുമ്പോഴും ഒരു സകല ബുദ്ധിമുട്ടും ഉണ്ടാക്കിയാലും ആർക്കും ഒരു പ്രശ്നവുമില്ല. 50 വാട്ട്സിൻ്റെ കൊച്ചു ബോക്സുമായി ഒരു കവലയിൽ ഒരു സുവിശേഷകൻ എത്തി. യേശു ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തെ കവിളിൽ പിടിച്ച് ഞെക്കും, ചെള്ളക്കടിക്കും, കഴുത്തിന് പിടിച്ച് ഞെക്കും, മൃഗീയമായി ഉപദ്രവിക്കും. എന്താ കാര്യം മറ്റൊന്നല്ല, നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഇടത്തു നിന്ന് നിത്യജീവന്റെ മേഖലയിലേക്ക് വിടുവിക്കപ്പെടാതിരിക്കാൻ നിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന പൈശാചിക വ്യാപാരം ഇന്ന് രാത്രിയിലെ തലയുടെ പുറകിൽ നിന്ന് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കകത്ത് ഈ നിത്യജീവന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പൈശാചിക രാജ്യത്തിനകത്തു നിന്ന് ആത്മാവിൽ വിടുവിക്കപ്പെട്ട് ദൈവരാജ്യത്തിനകത്തേക്ക് പറിച്ച് നടക്കപ്പെടേണ്ടതിന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടുന്ന് സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. രക്തത്താൽ ജയം, ദൈവ തേജസ്സിന്റെ മേഘം വ്യാപരിക്കുന്ന ഈ രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഒരു രാജ്യത്തിനകത്തു നിന്ന് മറ്റൊരു രാജ്യത്തിനകത്തേക്ക് ഒരുപറ്റം ആളുകളെ പറിച്ച് നടുന്ന ദൈവരാജ്യത്തിന്റെ മാഗ്നാ കാർട്ടയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ ജീവന്റെ സുവിശേഷം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന് സ്തോത്രം. 2 പ്രവർത്തികളുടെ പുസ്തകം 20-ന്റെ 24-ാമത്തെ വാക്യത്തിൽ എടുക്കണ്ട, ഇങ്ങനെ വായിക്കുന്നു. സമയം ചുരുക്കം കൊണ്ട് ഞാൻ ഉദ്ധരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവ് തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ധന്യനായ പൗലോസ്ലീഹ പറയുകയാണ്, ഈ സുവിശേഷത്തിൻ്റെ പേര് കേട്ടോ, ഇത് ദൈവകൃപയുടെ സുവിശേഷം. ഒന്ന് വലങ്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയാമോ? ഈ സുവിശേഷത്തിൻ്റെ പേര് കേട്ടോ, ഇത് ദൈവകൃപയുടെ സുവിശേഷം. ഇന്ന് രാത്രി ഓർക്കണം, ഇതിൻ്റെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന ദൈവപൈതലേ, ഉരുളിച്ച കൊണ്ടല്ല, നേർച്ച കൊണ്ടല്ല, അർപ്പണം കൊണ്ടല്ല, തർപ്പണം കൊണ്ടല്ല, യാഗങ്ങൾ കൊണ്ടല്ല, കർമ്മങ്ങൾ കൊണ്ടല്ല, വഴിപാടുകൾ കൊണ്ടല്ല, നേർച്ചകൾ കൊണ്ടല്ല, കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറയാൻ ഇന്ന് രാത്രി ബോധ്യമുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, എൻ്റെ മേൽ വ്യാപരിച്ചതാണ് എൻ്റെ ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ദൈവമക്കളൊക്കെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. യേശുവിൻ്റെ വരവ് അടുത്തു കഴിഞ്ഞു കേട്ടോ. അടുത്ത വർഷം ഈ കൺവെൻഷൻ നടത്താൻ ഒരു അവസരം ഉണ്ടാകുന്നതിന് മുൻപ് എൻ്റെ യേശു മടങ്ങി വരത്തക്ക വിധ സംഭവങ്ങൾ ഒരുങ്ങുകയാണ്. ഇന്ന് രാത്രി യോഗം പിരിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് എൻ്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ രക്ഷകൻ ഉറപ്പായി മടങ്ങി വരും. രക്തത്താൽ ജയം. നിങ്ങൾ അവഗണിച്ചാലും പരിഗണിച്ചാലും, നിങ്ങൾ എതിർത്താലും എതിരേറ്റാലും, നിങ്ങൾ ഉൾക്കൊണ്ടാലും പ്രതികരിച്ചാലും ഞാൻ ഒരുപോലെ വിളിച്ചു പറയാം, വേൾഡ് ട്രേഡ് സെന്ററിന്റെ തകർച്ചയ്ക്ക് മുന്നറിയിപ്പില്ലാതിരുന്നത് പോലെ ടൈറ്റാനിക് ദുരന്തത്തിന് മുൻപിൽ മുന്നറിയിപ്പ് അവഗണിച്ചെങ്കിലും കാര്യമായ ഗൗരവമായ മുന്നറിയിപ്പ് കിട്ടാതിരുന്നത് പോലെ കോവിഡ് ദുരന്തത്തിന്റെ ഭീകരത വരുന്നതിന് ഒരു വലിയ മുന്നറിയിപ്പൊന്നും കാര്യമായി കിട്ടാതിരുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഒന്നിൽ ചിലർ മുറിക്കകത്ത് കട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ രക്തത്താൽ ജയം, ചിലർ മിക്സിക്കകത്ത് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചിലർ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാഹളത്തിന്റെ നാദം മധ്യാകാശത്തിൽ മുഴങ്ങുകയും യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ
ഈ മണ്ണ് വിടുകയും ചെയ്യും. അത് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ഈ രാത്രി സ്തോത്രം ചെയ്തിട്ട് പറയണം, വരവിനായി ലോകം ഒരുങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ലോകചരിത്രത്തിൻ്റെ നാഴികക്കല്ലും കാലഗതിയുടെ കാതലും മാനവഗതിയുടെ മുന്നറിയിപ്പുമാണ് യഹൂദൻ എന്ന് പറഞ്ഞ ജനസമൂഹം. ദൈവത്തിന് സ്തോത്രം. രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മഹായുദ്ധത്തെക്കുറിച്ച് പരിശുദ്ധാത്മ പ്രവചിച്ചിരിക്കുമ്പോൾ അവിടെ യുദ്ധത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാർസികൾ, കൂശ്യർ, പൂത്യർ എന്ന് പറഞ്ഞതിന് ശേഷം താടിയല്ലൊരു ചൂണ്ടൽ കൊളുത്തി സ്വർഗത്തിൻ്റെ ഗോദാവിലേക്ക് യുദ്ധത്തിന് ദൈവം വലിച്ചു കൊണ്ടുവരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ പാർസ്യ എന്ന് പറഞ്ഞാൽ, പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ, ഇറാന്റെ പിൻബലത്തോടുകൂടെ റഷ്യൻ ശക്തികളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പൗരസ്ത്യ പാശ്ചാത്യ രാജ്യങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു യുദ്ധം പലസ്തീൻ്റെ മണ്ണിൽ നടക്കുമെന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വച്ച ജീവന്റെ വചനം അക്ഷരികമായി നടക്കുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളായി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ തിരിച്ച് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കരമുയർത്തി പറയണം, ആമേൻ കർത്താവായ യേശുവേ. ഒന്ന് പറഞ്ഞാട്ടെ. ആ ശബ്ദം ഉയരട്ടെ, കരമൊന്ന് ഉയർത്തി പിടിച്ച് പറഞ്ഞേ, ആമേൻ കർത്താവായ യേശുവേ വരേണമേ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എത്തിച്ചേർന്ന യഹൂദന്റെ മടങ്ങിപ്പോക്ക് ചരിത്ര സ്മാരകമാണ്. 3 മേഖലകളിലാണ് പ്രധാനമായി എത്തിച്ചേർന്നത്. ഒന്ന്, കൊച്ചിയിൽ യൂദത്തെരുവിൻ്റെ ഭാഗത്ത് അവരെത്തിച്ചേർന്നു. AD 70 യെരൂശലേം ദൈവാലയ തകർച്ചയിലാണ് അവിടെ വന്നത്. 2, കൊങ്കൺ തീരത്ത് കപ്പൽ തകർന്നടുത്ത 2100 വർഷങ്ങൾക്ക് പുറകിലെ ബെനെ ഇസ്രയേൽ എന്ന ജനവിഭാഗം ബോംബെ താന മേഖലയിൽ എത്തിച്ചേർന്നു. എന്തിന്? മണിപ്പൂർ, മിസോറാം മേഖലയിൽ ഏതാണ്ട് 2000-ലധികം പഴക്കമുള്ള സ്തോത്രം ബെനെ മനായേൽ ബസദെ എന്ന അതേ ഒരു വലിയ പ്രത്യേക സമൂഹം എത്തിച്ചേർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, കൊച്ചിയിൽ നിന്ന് 8000 പേര് മുഴുവൻ അവിടോട്ട് വണ്ടി കയറി. ദൈവത്തിന് സ്തോത്രം. ബോംബെ, മഹാരാഷ്ട്രയിൽ നിന്ന് 80,000 പേർ അവിടേക്ക് വണ്ടി കയറി. എന്തിന്? അടുത്ത കാലത്താണ് ശനിയാഴ്ച ആചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂർ മേഖലയിലെ ഒരു വിഭാഗം തനി യഹൂദ വിഭാഗമാണെന്ന് അവിടുത്തെ പുരോഹിതന്മാർ ഇസ്രയേലിൽ നിന്ന് തിരഞ്ഞെടുത്ത് അറിഞ്ഞ് ഇവിടെ എത്തി അവരുടെ ബ്ലഡ് പരിശോധിച്ച DNA പരിശോധനയിൽ വൈക്രോമോസോമുകളുടെ പിന്തുടർച്ചയിൽ കുടിയേറ്റത്തെക്കുറിച്ച് പഠിച്ചിട്ട് മനസ്സിലായി, ഇത് നഷ്ടപ്പെട്ടു പോയ 10 ഗോത്രങ്ങളിൽ ഒന്നായ ദൈവത്തിന് സ്തോത്രം ഒരു ഗോത്രത്തിന്റെ വിഭാഗമാണെന്ന്. അവരിൽ 6000 പേർക്ക് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. 448 പേർ 2023 പോയി കഴിഞ്ഞു. എൻ്റെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനം പറയുന്നു, നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിയിരുന്നാലും എൻ്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ വരുത്തുമെന്ന് എഴുതി വച്ച ജീവന്റെ വചനം നമ്മുടെ കൺമുൻപിൽ കാണുമ്പോൾ ഒരു കാര്യം കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയണം, ഈ തലമുറയിൽ ഒന്നിൽ അത്തിയുടെ തളിർപ്പ് കണ്ട ജനത മടങ്ങി വരവ് കാണും. അങ്ങനാണെങ്കിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറ, പോകാൻ സമയമെടുത്തു. രക്തത്താൽ ജയം. അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ദൈവമക്കളുടെ സ്തോത്രം കേട്ടാൽ അറിയാം. അത് സന്തോഷത്തോടെ ഉൾക്കൊള്ളുന്ന ദൈവമക്കളുടെ ഇരിപ്പ് കണ്ടാൽ ഇന്ന് രാത്രി അറിയാം. കേട്ടോ, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഈ രാത്രി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മടങ്ങി വരവ് സംഭവിച്ചെന്നിരിക്കട്ടെ. സംഭവിച്ചാൽ എന്തായിരിക്കും നടക്കുക? ആ മണിയറയ്ക്കുള്ളിൽ നീ അണയും സമയത്ത് ശ്രീ മഹാരാജ്ഞിയെ നിന്നെ കാണുവാൻ കാമിനി ഗണം അമിത കുതുകമോട് ആദരാൽ അരികെ വരും, തവ കൈകളെ കാന്തൻ പിടിക്കും മോദമാൽ എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ ദൈവത്തിന്റെ തിരുസഭ നൊടിയിടയിൽ കയറി ചൊല്ലും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ചുക്കിച്ചുളിഞ്ഞ ബലഹീന ശരീരത്തോടുകൂടെ അല്ല കേട്ടോ. 98 ശിഷ്ടവും കഴിഞ്ഞ അമ്മച്ചി കൂനിക്കൂടിയ ശരീരത്തോടെ അല്ല, കല്ലറയെ ഭേദിച്ചുയർത്ത യേശുവിന്റെ മഹത്വ ശരീരത്തിന്റെ പ്രഭ ധരിച്ച് ഒരുപറ്റം ദൈവമക്കൾ ക്രിസ്തുവിന്റെ നിത്യ യൗവന കാന്തി നിറഞ്ഞ മഹത്വ ശരീരത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്ന രംഗം ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിരുന്ന ആത്മാവിൽ ചിന്തിച്ചാൽ നിനക്ക് മൗനമായിട്ടിരിക്കാൻ കഴിയുകയില്ല. അവിടാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു.
ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നത് ശൂന്യാകാശത്ത് താമസിക്കാനല്ല, ഞാൻ പോകുന്നത് ബഹിരാകാശ പേടകത്തിൽ കയറാനല്ല, ഞാൻ പോകുന്ന മരുഭൂമിവാസത്തിനുമല്ല. ആ മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്. പുത്തൻ യെരൂശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം പട്ടണം, അതിന്റെ ഭംഗി. ഓ രക്തത്താൽ ജയം. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ, ആ തനി തങ്ക നിർമ്മിതമായ സമചതുര ഖനവടിവമായ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി പാർക്കാൻ മണവാളൻ ഒരുക്കുന്ന ആ മഹാമണിയറയുടെ ആ തങ്ക കുടക്കെട്ടിടത്തിന്റെ അകത്തോട്ട് കയറുന്ന സമയം ഞാനും ഈ ശുശ്രൂഷയ്ക്ക് ലീഡ് ചെയ്ത ദൈവദാസനും കൂടെ നേരിട്ടൊന്ന് കണ്ടെന്നിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഊരമ്പിൽ നിന്ന് യോഗം കഴിഞ്ഞ് പിരിഞ്ഞിട്ട് അവിടെ ആദ്യമായിട്ട് കാണുക. രണ്ടുപേരും കൂടെ കൈ കൊടുത്തിട്ട് യോഗം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണോ ചോദിക്കുന്നത്? അല്ല, സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന ആ മഹാദിവസത്തിൽ താഴെ എരിയുന്ന നരകത്തിൽ ആയിരങ്ങൾ പിടയുമ്പോൾ സാധുവായ ഞങ്ങളെ കൃപ കൊണ്ടിവിടെ എത്തിച്ച കാൽവറിയിലെ രക്തത്തിൻ്റെ സാധ്യത ഓർക്കുമ്പോൾ ഞങ്ങളെ കൈ കൊടുത്തിട്ട് പറയും, പാസ്റ്ററേ കൃപ. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല, നിന്റെ തൊലിയുടെ വെളുപ്പ് കൊണ്ടല്ല, നിന്റെ പാരമ്പര്യത്തിന്റെ മഹത്വമല്ല, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയല്ല, നിന്റെ കുലമഹിമയല്ല, നിന്റെ മേൽ പകർന്ന കാൽവറിയിലെ കൃപയുടെ മഹത്വമാണ് ഈ സുവിശേഷത്തിന്റെ അന്തസത്തയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഈ സുവിശേഷം കൃപയുടെ സുവിശേഷമാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒന്നാമത്തേത് മറക്കരുത്, ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. രണ്ടാമത്തേത് മറക്കരുത്, ഇത് കൃപയുടെ സുവിശേഷമാണ്. വെളിപ്പാട് പുസ്തകം 14 മറ്റൊരു പ്രയോഗമുണ്ട്. ആകാശത്ത് പറക്കുന്ന മറ്റൊരു ദൂതൻ ഇങ്ങനെ പറഞ്ഞു, സകല ജാതികളോടും അറിയിക്കേണ്ടതിന് ഒരു നിത്യ സുവിശേഷം അവന്റെ കൈകളിൽ ഉണ്ടായിരുന്നു. എല്ലാ ദൈവമക്കളും കരമൊന്ന് ഉയർത്തി പറയണം, ഈ സുവിശേഷം നിത്യ സുവിശേഷം. ഒന്ന് പറഞ്ഞേ, ഒന്ന് ശബ്ദം ഉയർത്തി പറയുന്നേ, ഈ സുവിശേഷം നിത്യ സുവിശേഷം. എന്താ നിത്യ സുവിശേഷം? പറയാം. ഒരു ചോദ്യം, കാൽവറിയിലെ ബലിമരണം ഏദനിലെ പാപം സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ സംഭവിക്കേണ്ടി വരുമായിരുന്നുവോ? കാൽവറിയിലെ യാഗം സംഭവിച്ചത് ഏദനിലെ പാപത്തിന്റെ കാരണമായിട്ടല്ലേ? ഏദനിൽ പാപമുണ്ടാകാതിരുന്നിരുന്നെങ്കിൽ കാൽവറിയിൽ യാഗമുണ്ടാകേണ്ടി വരുമായിരുന്നുവോ? അങ്ങനാണെങ്കിൽ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ എതിർ ക്രിസ്തുവിന്റെ മുൻപിൽ മുട്ടടിച്ച് വീഴുന്ന സമൂഹത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടു, യേശു ക്രൂശിക്കപ്പെട്ടു. എന്ന് മുതൽ ക്രൂശിക്കപ്പെട്ടു? ലോകസ്ഥാപനം മുതൽ, അർത്ഥാൽ ലോകസ്ഥാപനത്തിന് മുൻപേ. അങ്ങനെയാണെങ്കിൽ ഏദൻ പർദീസയിലെ പാപം ഉണ്ടാകുമെന്ന് കാൽവറിയിലെ യാഗം തുടങ്ങുന്നതിനല്ല, ആഴിയും ഊഴിയും തരിയും താരങ്ങളും നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും ശൂന്യതയിൽ നിന്ന് എൻ്റെ ദൈവം വിളിച്ചു വരുത്തുന്നതിന് മുൻപ് കണ്ടതിനാൽ തൻ്റെ ഓമന പുത്രൻ മുഖാന്തരം ഒരു പറ്റം ആളുകളെ ഊരമ്പിൽ നിന്ന് നിത്യതയിലെത്തിക്കാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിയുടെ വൃത്താകൃതി ദൈവം വരച്ചതെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന സന്ദേശം ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയല്ല. ഇത് നിത്യജീവന്റെ വചനം, ഇത് നിത്യജീവന്റെ വചനം. ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയുന്നു, ഇത് നിത്യ സുവിശേഷമാണ്. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആരാധിക്കുന്ന ദൈവമക്കളൊന്ന് ആത്മാവിൽ കണ്ടാട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അമാനുഷികമാണ്. പൈശാചിക ശക്തികൾ ചിലതിനെ ബന്ധിച്ചൊതുക്കാൻ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തി ആർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കി വാഴുന്ന അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥ
ബന്ധങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം അവിടെ കടന്നു കത്തിയ ദൈവത്തിന്റെ സുവിശേഷം ഇന്ന് രാത്രിയിൽ തുറന്നോസിന്റെ പാഠശാലയിൽ വ്യാപരിച്ച നിത്യജീവന്റെ വചനം ഊരമ്പിൽ വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി പാതാള ബന്ധനങ്ങൾ അഴിയട്ടെ. ഇന്ന് രാത്രി നരക കവാടങ്ങൾ വിറയ്ക്കട്ടെ. ഇന്ന് രാത്രി സാത്താൻ ചില കുടുംബങ്ങളുടെ മേൽ ഒരുക്കി വച്ചിരിക്കുന്ന കെട്ടുകൾ യേശുവിന്റെ രക്തത്താൽ അഴിയട്ടെ. ഈ സത്യ സുവിശേഷം, ഈ നിത്യജീവന്റെ സുവിശേഷം, ഈ കാൽവറിയിൽ വിളങ്ങിയ സുവിശേഷം, ഈ നിത്യതയ്ക്കായിട്ടുള്ള സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം ഭാഗ്യം തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ കഴിയണം. ശ്രദ്ധിക്കൂ, സുവിശേഷത്തിന് 4 പേര്. 1, രാജ്യത്തിന്റെ സുവിശേഷം. ഞാൻ ചോദിക്കുമേ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. 2, ദൈവകൃപയുടെ സുവിശേഷം. 3, നിത്യ സുവിശേഷം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. 550 രൂപയുടെ കള്ളനോട്ട് കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് ഞാൻ പോകുന്നതിന് മുമ്പേ എന്നെ ഒന്ന് കാണണം. 550 രൂപയുടെ കള്ളനോട്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കള്ളനോട്ടേ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ 550 രൂപയുടെ കള്ളനോട്ട് കാണാൻ ഒരു സാധ്യതയില്ല. കാര്യം എന്താ? അത് 550 രൂപയുടെ ഒറിജിനൽ ഇല്ല. എവിടൊക്കെ ഒറിജിനൽ ഉണ്ടോ അതിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റും കാണും. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷത്തിന്റെ മുൻപിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കാത്ത ക്രിസ്തുവിനെ ഒരുവൻ പ്രസംഗിക്കുകയും നമ്മൾ പ്രാപിക്കാത്ത ആത്മാവെങ്കിലും പ്രാപിക്കുകയും നമ്മൾ അറിയിക്കാത്ത മറ്റൊരു സുവിശേഷമെങ്കിലും അറിയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അത് പൊറുത്തുകൊള്ളുന്നത് ആശ്ചര്യം. കറക്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആ വ്യാപരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റിന്റെ പേര് ഞാൻ പറയാം, സമൃദ്ധിയുടെ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുഞ്ഞെ, 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങളെ സദസ്സിന് മുൻപിൽ കച്ചവടവൽക്കരിച്ച് അവതരിപ്പിച്ച് ജനത്തിന്റെ വൈകാരികതയെ ഇളക്കാൻ ഒരുപറ്റം സുവിശേഷ പ്രഭാഷകർ വേദി തേടി നടക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഭൗതിക നേട്ടങ്ങളിൽ അധിഷ്ഠിതമാണ് ശുശ്രൂഷയെങ്കിൽ തലകീഴായി ക്രൂശിക്കപ്പെട്ട പത്രോസും കഴുത്തു മുറിഞ്ഞു വീണ പൗലോസും അബദ്ധമായി പോയി. ഇന്ന് രാത്രി ഓർക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ ഒരു ഭക്തന്റെ കഷ്ടതയ്ക്ക് പുറകിൽ എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ ഡ്യൂപ്ലിക്കേറ്റിനെ ഡ്യൂപ്ലിക്കേറ്റായി കാണണം. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറ, ഇതിനെതിരെ ഞങ്ങൾ ഈ രാത്രി വിളിച്ചു പറയുന്നു. ഭൗതികതയല്ല സുവിശേഷത്തിന്റെ അന്തസത്ത. ഇന്ന് രാത്രി കിടക്കുന്ന കടപ്പറ മരണയറയായി മാറിയാൽ നിന്റെ നിത്യത കർത്താവിന്റെ മടിയിലാകണം എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ അതാണ് സുവിശേഷത്തിന്റെ ലക്ഷ്യം. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അല്ലാതെ സൈക്കിളും കൊണ്ട് വന്നിട്ട് ലോറി കൊണ്ടുപോകാനുള്ള പരിപാടിയല്ലിത്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആട്ടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലി പൊട്ടിച്ചും വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ചും വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങൾ 2 തുണ്ടുകളാക്കി കീറി മാറ്റിയും മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊന്നും അലറിയടുക്കുന്ന കോര ജന്തുക്കൾക്ക് ഊണിന് വലിച്ചെറിഞ്ഞു കൊടുത്തും വെട്ടിത്തിളങ്ങുന്ന പടവാള് കൊണ്ട് കുനിച്ചു നിർത്തി കഴുത്ത് വെട്ടിമാറ്റിയും ഉദരം പിളർന്ന് കുടൽമാല വലിച്ചു പുറത്തിട്ട് മൃഗങ്ങളുടെ വാലിൽ കെട്ടി വഴിയെ വലിച്ചിഴച്ചു കൊന്നും അനേകർ കൊല്ലപ്പെട്ടപ്പോൾ അവർ വിശ്വസിച്ചത് അവൻ മഹത്വമുള്ള പ്രത്യക്ഷതയ്ക്ക് മുൻപിൽ ഞങ്ങളുടെ ദ്രവത്വമുള്ള ഈ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും എന്ന നിത്യജീവന്റെ സുവിശേഷമാണെങ്കിൽ അത് പ്രസംഗിക്കപ്പെടാത്ത വേദികൾ മുഴുവൻ തട്ടിപ്പാണ്. ഉറപ്പിച്ചു പറയുന്നു, നിത്യജീവന്റെ സുവിശേഷം അത് മറ്റൊരു സുവിശേഷമല്ല, കാൽവറി മുഖാന്തരം നിത്യതയുടെ ദർശനമാണ്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? അപ്പോൾ സുവിശേഷത്തിന്റെ പേരുകൾ 2. സുവിശേഷത്തിന്റെ സവിശേഷത. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. എല്ലാവരും ഇന്ന് ശ്രദ്ധിക്കണേ. സുവിശേഷത്തിന്റെ സവിശേഷത എന്താണ്? സുവിശേഷത്തിന്റെ സവിശേഷത ഞാൻ നിർത്തും വേഗം, എങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണം. സംഘാടകൻ എനിക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കേൾക്കുക.
ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്. ബുദ്ധമതം, ജൈനമതം, പാഴ്സി മതം, സിഖ് മതം, ഇസ്ലാം മതം. എല്ലാ മതസ്ഥരും അവരുടെ മതസ്ഥാപകരുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നു. സിഖ് മതം ഗുരുനാനാക്കിന്റെ ആശയത്തിൽ അടിത്തറയിട്ടിരിക്കുന്നു. ബുദ്ധമതം ബുദ്ധന്റെ ആശയങ്ങളിൽ അടിത്തറയിട്ടിരിക്കുന്നു. ഇസ്ലാം മതം മുഹമ്മദ് നബിയുടെ ആശയത്തിൽ അടിത്തറയിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്ഥാപകർ മരിച്ചു മൺമറഞ്ഞാലും അവർ ഉയർത്തിയ ആശയങ്ങൾ ഉണ്ടെങ്കിൽ ആ മാർഗങ്ങൾക്ക് നിലനിൽപ്പുണ്ട്. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രായന്റെ മാർഗം യേശുവിൻ്റെ ഒരു പിടി ആശയത്തിലല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോൾ തേജസ്സിൽ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന എൻ്റെ യേശുവിൻ്റെ ആളത്വത്തിൽ അടിത്തറയിട്ട ഒരു മാർഗമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നിത്യജീവന്റെ ശക്തിയാണ്. ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമൈതലേ, അവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ അഴിക്കാൻ കഴിയാത്ത ബന്ധനങ്ങളില്ല, അവന് തകർക്കാൻ കഴിയാത്ത പോരാട്ടങ്ങളില്ല. യേശുവിൻ്റെ നിയമരക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാളെ നിനക്കെതിരെ ഉയരുന്ന പൈശാചിക കരുക്കളെ ഇന്ന് രാത്രി 9 മണിക്ക് ഇവിടെ അഴിച്ചെടുക്കാൻ കഴിവുള്ള യേശുവിന്റെ കരം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ രക്ഷകൻ സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണ്. എന്താ സവിശേഷത പറയാം. മതങ്ങൾ, ബുദ്ധമതം, ജൈനമതം, പാഴ്സിമതം, സിഖ് മതം, മതങ്ങൾ ദൈവത്തെ തേടി അങ്ങോട്ട് ചെന്നതാണ് ഇവിടുത്തെ മതങ്ങളെങ്കിൽ, സുവിശേഷം മനുഷ്യവർഗത്തെ തേടി ദൈവം ഇങ്ങോട്ടിറങ്ങിയതാണ് നിത്യജീവന്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റിയിൽ പൈതൃകത്വം മനുഷ്യകുലത്തിൽ തെളിയിച്ച, ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറയുന്ന വാക്യം ശരിയാണോ എന്ന് ദൈവദാസന്മാർ ആദ്യം പറയണം, ജനങ്ങളും പറയണം. ദാവീദിന്റെ സന്തതിയായി ജനിപ്പിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ശരിയാണോ? ശരിയാണോ? അയ്യോ, മനസ്സിലായില്ലേ? ദാവീദിന്റെ സന്തതിയായി ജനിപ്പിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ശരിയാണോ? ശ്രദ്ധിച്ചില്ല, ഒന്നുകൂടെ പറയാം. ദാവീദിന്റെ സന്തതിയായി ജനിപ്പിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ശരിയാണോ? അല്ല. ജനിപ്പിച്ച ഒരപ്പൻ ദാവീദിന്റെ പൈതൃകത്വത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം ഭോഷ്കാണ്. ദാവീദിന്റെ സന്തതിയായി ജനിപ്പിക്കപ്പെട്ടവനല്ല, ജനിച്ചവനാണ്. എന്താ കാര്യം? മത്തായി 1 പരിശോധിക്കൂ. ജനിപ്പിച്ചു, 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 ജനിപ്പിച്ചു. ടെലഫോൺ ഡയറക്ടറി വായിക്കുന്നതാ ഇതിനെക്കാട്ടി നല്ലതെന്ന് ചിന്തിക്കരുത്. ജനിപ്പിച്ചവരുടെ ലിസ്റ്റിൽ ജനിപ്പിച്ച അപ്പന്റെ പേരില്ലാതെ ജനിച്ച ഒരുവനുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാ. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ നിൽക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, ദൈവമക്കളെ. എൻ്റെ ഒരു തുള്ളി രക്തം ഇവിടുത്തെ DNA ലാബിൽ ടെസ്റ്റ് ചെയ്താൽ 2 ക്രോമോസോമുകളുടെ തെളിവുകൾ വിരിയും. എൻ്റെ അപ്പൻ്റെ ക്രോമോസോമും എൻ്റെ അമ്മയുടെ ക്രോമോസോമും. അങ്ങനെയാണെങ്കിൽ 23 46 ക്രോമോസോമുകൾ എൻ്റെ രക്തത്തിൽ നിന്ന് മാറ്റിയാൽ അത് അപ്പൻ്റെയും അമ്മയുടെയും പൈതൃക മാതൃകത്വ ബന്ധത്തിൻ്റെ ഭാഗമാണ്. ഇനി ഒരു സത്യം ഞാൻ പറയാം. അമ്മയുടെ ക്രോമോസോമിന് 8 9 ജനറേഷനെ പാരമ്പര്യമുള്ളൂ. പഠിക്കുന്ന കുട്ടികളുടെ മുൻപിൽ അധ്യാപകർ ഉൾപ്പെടുന്ന സദസ്സിന് ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകളുടെ ശരീരത്തിലെ ക്രോമോസോമുകൾ ഏതാണ്? പുരുഷ ശരീരത്തിന്റെ ക്രോമോസോം ഏതാണ്? സ്ത്രീ ശരീരത്തിന്റെ ക്രോമോസോം X ക്രോമോസോം അല്ലേ? പുരുഷ ശരീരത്തിന്റെ ക്രോമോസോം XY ക്രോമോസോം. ഇതിൽ ഒരു ജന്മം നടക്കുമ്പോൾ ആ ജന്മം പുരുഷനാണെങ്കിൽ XY ക്രോമോസോം, സ്ത്രീയാണെങ്കിൽ XX ക്രോമോസോം. ഇതിൽ 8 9 തലമുറ കഴിയുമ്പോൾ അമ്മയുടെ ബന്ധം അവസാനിക്കും. എന്നാൽ 50,000 കൊല്ലം നീണ്ടു നിന്നാലും ബന്ധം അവസാനിക്കാത്ത ഒരു കോഡുണ്ടെങ്കിൽ അപ്പന്റെ ക്രോമോസോമിന്റെ ജനിതക പിന്തുടർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും ഒരപ്പന്റെ മക്കളാണ്, ആദാമിന്റെ ഒറ്റ രക്തം.
ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പൻ്റെ ശരീരത്തിൻ്റെ സകല ബലഹീനതകളും കരുത്തുകളും എൻ്റെ രക്തത്തിലെ വൈക്രോമോസോമുകളിലൂടെ എൻ്റെ മക്കളിലേക്ക് പകരുമെങ്കിൽ ആദാമിൻ്റെ സകല പാപവൈകല്യങ്ങളും പകർന്നു വന്ന ഈ തലമുറയ്ക്ക് നടുവിൽ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴൽവിരിക്കുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയത്തക്ക വിധത്തിൽ മനുഷ്യകുലത്തിൽ നിന്ന് പിതൃത്വമേൽക്കാതെ മഹാദൈവത്തിൽ നിന്ന് പിറന്നു വീണ ഒരുവൻ ചരിത്രത്തിനുണ്ടെങ്കിൽ അത് രാത്രി മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ നസറേയനായ യേശുവാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ നിന്ന് വിളിച്ചു പറയണം. ഈ സുവിശേഷത്തിന്റെ സവിശേഷത മനുഷ്യകുലത്തിലല്ലാത്ത ഒരു ജന്മപ്രകൃതി എന്റെ യേശുവിന്റെ രക്തത്തിൽ വ്യാപരിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറ പ്രഖ്യാപിക്കുന്ന നിഖ്യാവിശ്വാസ പ്രമാണം. നിഖ്യാവിശ്വാസ പ്രമാണം നിങ്ങൾ വായിക്കണം, വളരെ ഗൗരവമേറിയതാണ്. ദൈവത്തിൻ്റെ ഏകപുത്രനും പൈതൃകത്വം എവിടുന്ന് വന്നു? സ്തോത്രം. മറിയയ്ക്കും ജോസേഫിനും പിതൃത്വത്തിലുണ്ടായതല്ല. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വസൃഷ്ടിക്കും മുഖാന്തരമായവനും, മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യകമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരികിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ ലോകം ഏറ്റുചൊല്ലുമ്പോൾ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ ആ സമർപ്പണമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കരങ്ങൾ രണ്ട് ഉയർത്തിപ്പിടിച്ച് പോരാ പോരാ യേശുവേ എന്ന് ലജ്ജ കൂടാതെ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി വാ തുറക്കട്ടെ യേശുവേ എന്ന് ഇന്ന് രാത്രി വാ തുറന്ന് വിളിച്ചു പറയണം. അവൻ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ നിത്യതയ്ക്കെതിരെ ഇന്ന് രാത്രി വാദിച്ചു നിൽക്കുന്ന ബന്ധനങ്ങളെ അടിയോടെ വലിച്ചു മാറ്റിയിട്ട് ഒരു പുത്തൻ അധ്യായം തുറക്കാൻ യേശുവിന്റെ കരം ഈ ഗ്രൗണ്ടിൽ നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി യേശുവേ എന്ന് പറഞ്ഞേ. ശബ്ദം ഉയരട്ടെ. ഞാൻ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കളോട് പറയാം, സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളോട് പറയാം, ഈ ഭൂമിയിലെ സകല ശരണമന്ത്രങ്ങളെക്കാൾ ശക്തിയുള്ളൊരു നാമമുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു എന്ന നാമം മാത്രമാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അകത്ത് ദൈവശക്തി വ്യാപരിക്കും. ഇന്ന് രാത്രി ആ വചനത്തിന്റെ വ്യാപാര ശക്തി രോഗത്തിന്റെ കെട്ടുകൾ അഴിക്കാൻ പര്യാപ്തമാണ്. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരിക്കുന്ന മുടന്തന്റെ നേരെ കൈ നീട്ടിയിട്ട് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ അവന്റെ കർണപുടങ്ങളിൽ വീണ ഈ നിത്യജീവന്റെ വചനം അവന്റെ ഹൃദയ ധമനികളെ ഭേദിച്ച് അവന്റെ ഉദരമേഖലകളെ തുളച്ച് അവന്റെ രണ്ട് കാലുകളെ ചുരുട്ടി വെച്ചിരിക്കുന്ന നേർവസ് സിസ്റ്റത്തിന്റെ ബലഹീനതകളിലേക്ക് വ്യാപരിച്ച് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നവനെ തുള്ളിച്ചാടുമാറാക്കിയ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി ഈ വ്യാപാര ഗ്രൗണ്ടിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രണ്ട് കൈകളും ഉയർത്തി യേശുവേ എന്ന് പറയാൻ നിന്റെ നാവ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്മേൽ വാഴുന്ന കൊടിയ ശാപത്തിന്റെ കെട്ടുകളെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ ഈ സുവിശേഷത്തിന്റെ ശക്തിക്ക് അസാധാരണ മൂല്യമുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, മറ്റു മതങ്ങൾ ആശയത്തിൽ അടിത്തറയിട്ടിരിക്കുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു മാർഗം മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവിന്റെ ആളത്വത്തിൽ അടിത്തറയിട്ടിരിക്കുന്നു. കരങ്ങൾ താഴ്ത്തിയിടാം. ഇന്ന് രാത്രി ഞാൻ ഹൃദയം തുടിച്ചുകൊണ്ട് പറയട്ടെ, ആ കാലാതീതതയിൽ നിന്ന് ആ കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ ലോകത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ
ഈ മണ്ണിൽ കറതീർന്ന പവിത്ര ജീവിതം നയിച്ച് 30-ാമത്തെ വയസ്സിങ്കൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടകം സഞ്ചരിച്ച് 33.5 തിരുവയസ്സിങ്കൽ കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യത്തിൽ കാരിരും പാണികളിൽ തൂങ്ങി മരിച്ച് കുലയ്ക്ക് കൊടുത്ത മരണത്തിനും കനത്ത കാവൽ ശക്തിക്കും വിധേയനായി കല്ലുകൊണ്ടുണ്ടാക്കി കല്ലറയിൽ ശവസംസ്കരിക്കപ്പെട്ട് കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് 3-ാം നാൾ കടം വാങ്ങിയ കല്ലറ മടക്കി കൊടുത്ത് മരണത്തെ ജയിച്ച് മരിക്കാൻ കഴിയാത്ത മഹത്വ ശരീരത്തിൽ കല്ലറ ഭേദിച്ചുയർത്ത് ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സര ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഊരമ്പിൽ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ രക്തവുമായി പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥത അണച്ച് ഇനി അധികം താമസിക്കാതെ കൈകളിൽ ചെങ്കോൽ പിടിച്ച് ലോകത്തെ നീതിയോടെ ഭരിക്കാൻ മടങ്ങി വരുന്ന നസറേയനായ യേശു എന്ന വ്യക്തിത്വത്തിന്മേലാണ് ഈ സുവിശേഷത്തിന്റെ അടിത്തറ. ഓ, രക്തത്താൽ ജയം. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ സുവിശേഷം അവന്റെ ബലിമരണത്തിൽ അധിഷ്ഠിതമാണ്. എൻ്റെ പാപമോചനത്തിനായി എൻ്റെ കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. പക്ഷേ അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം. ഈ സുവിശേഷം അനുസരിക്കാത്തവർ യേശു ക്രിസ്തുവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ അടുത്ത കാലത്തെങ്ങും ഇവിടെ നിന്നും പോവുകയാണെന്നുള്ള മട്ടിലായിരിപ്പ്. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. എത്ര നാൾ ഇവിടെ ഉണ്ട് നമ്മൾ? എത്ര നാളുണ്ട് ഇവിടെ? ചുരുങ്ങിയ നാളുകൾ. 4000 ആഴ്ച 80 വർഷം കിട്ടിയാൽ ജനനമെന്ന 3 അക്ഷരത്തിനും മരണമെന്ന 3 അക്ഷരത്തിനും ഇടയിൽ ജീവിതമെന്ന 3 അക്ഷരം അതിവേഗം തീരും. എന്നാൽ ഇന്ന് രാത്രി നിത്യത എന്ന 3 അക്ഷരത്തിന് വേണ്ടി ക്രൂശിന്റെ ചുവട്ടിൽ ഒരുങ്ങിയ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ മേൽ വിടുതലിന്റെ ശക്തി വ്യാപരിക്കുന്ന രാത്രിയായിരിക്കും. ധനവാന്റെയും ലാസറിന്റെയും സംഭവകഥ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾക്കറിയാമോ, ദൈവാസ്തിക്ക് നിഷേധിയായ റെയ്മൻ മൂഡി എന്ന ഒരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ ഒരു കാർഡിയാക് പേഷ്യന്റ് എത്തിച്ചേർന്നു. ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം മരിച്ചു. ഇദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ഒരുക്കാൻ ഫ്യൂണറൽ ഹോമിലേക്ക് കൊടുത്തുവിടുന്നതിന് മുൻപ് ഡെഡ് ബോഡി ഡ്രസ് ചെയ്യുന്ന മുറിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ഒരുക്കുകയാണ്. മൂക്കിൽ പഞ്ഞി കുത്തി തിരികി, ചെവിയിൽ പഞ്ഞി കുത്തി കയറ്റി, ശരീര സ്പിരിറ്റ് കൊണ്ട് തുടച്ച് നേഴ്സ് ബോഡി ഒരുക്കുമ്പോൾ കണ്ടു ഈ ബോഡിയുടെ കൺപോളകൾ ചലിക്കുന്നു. ഓടിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ, ആ ബോഡിയുടെ കൺപോളകൾ ചലിക്കുന്നു. പെട്ടെന്ന് വന്ന് മൂക്കിലെ പഞ്ഞിയൊക്കെ മാറ്റി ദൈവ കൃത്രിമ ശ്വസനം നൽകി ഈ ആൾ ജീവിച്ചു വന്നു. ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ അനുഭവം എന്താണ്? നിരീശ്വരവാദിയായ ദൈവാസ്തിക്ക് നിഷേധിയായ ഡോക്ടറിനോട് ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ അനുഭവം, ഞാൻ അങ്ങ് നെഞ്ചത്ത് കൈവച്ച് ചെക്ക് ചെയ്യുമ്പോൾ പോയി എന്ന് പറയുന്നത് നന്നായി കേട്ടു. എൻ്റെ ശരീരത്തിനകത്തുനിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ രൂപത്തിൽ ഞാൻ പുറത്തിറങ്ങി. അങ്ങ് എൻ്റെ ബോഡിയിൽ എന്തൊക്കെയോ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ അതിവേഗം മുകളിലേക്ക് ഉയർന്നു. ഒരു വലിയ കവാടത്തിന്റെ മുൻപിൽ ഞാൻ എത്തി. സ്തോത്രം. എന്നോട് നിന്റെ സമയമായിട്ടില്ല, മടങ്ങിപ്പോകൂ എന്നൊരു ശബ്ദം കേൾക്കായി വന്നു. ഞാൻ യാന്ത്രികമായി മടങ്ങി വന്ന് ഈ ശരീരത്തിൽ പ്രവേശിച്ചു. മരണാനന്തരം ശരീരരഹിതമായി നിലനിൽപ്പുണ്ടോ? ഞാൻ ഇന്ന് രാത്രി അവഗണിച്ചാലും പരിഗണിച്ചാലും ഒരു കാര്യം പറയാം. 9200 അടി പൊക്കമുള്ള മഞ്ഞ് പെയ്യുന്ന ഹർമോൻ പർവ്വതത്തിന് മുകളിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മോവാബ് സമഭൂമിയിൽ വെച്ച് എൻ്റെ ദൈവം ശവമടക്കിയ മോശ എഴുന്നേറ്റ് വന്ന് യേശുവിനോട് സംസാരിക്കുന്നത് പത്രോസ്, യാക്കോബ്, യോഹന്നാനും നേരിട്ട് കണ്ടെങ്കിൽ ശവമടക്ക് കഴിഞ്ഞ് 10000 കൊല്ലം കഴിഞ്ഞാലും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ നിത്യതയുടെ നിലനിൽപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ ഈ രാത്രി കണ്ണ് തുറക്കപ്പെട്ട ദൈവമക്കൾ പറയണം, ആത്മാക്കളുടെ നിത്യത യാഥാർത്ഥ്യമാണ്. അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി. 100ഓളം മരിക്കാൻ കിടക്കുന്ന ബോഡിയിൽ നടത്തിയ നിരീക്ഷണ പരീക്ഷണങ്ങൾ ക്യാൻസർ സെന്ററുകളിൽ മുതൽ പരിശോധിച്ചിട്ട്
ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന വിശ്വപ്രസിദ്ധമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ട് അതിൻ്റെ ഒടുവിലത്തെ വരികളിൽ താൻ ഇങ്ങനെ കുറിച്ചു: കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, അത് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഈ രാത്രി കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് പറയാമോ? ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി ന്യായവിധിയുടെ തീക്കുണ്ടത്തിൽ നിന്നും എൻ്റെ ദൈവം എന്നെ ക്രൂശ് മുഖാന്തരം വിടുവിച്ചെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി ഇങ്ങനെ സ്തോത്രം ചെയ്താൽ പോരാ, ഇങ്ങനെ സ്തോത്രം ചെയ്താൽ പോരാ. ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന ഈ രാത്രി, അഭിഷേകത്തിൻ്റെ തൈല നദി ഒഴുകുന്ന ഈ രാത്രി, പാതാള ശക്തികൾ വിറയ്ക്കുന്ന ഈ രാത്രി, നരക കവാടങ്ങൾ തകരുന്ന ഈ രാത്രി, ഞാൻ ആത്മാവിൽ പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ഒരാൾ അടുത്ത ദിവസം മരണത്തെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിന്റെ നിത്യത ഉറപ്പിക്കപ്പെടാതെ ഈ ഗ്രൗണ്ട് വിട്ട് നീ മടങ്ങരുത്. ദൈവത്തിന് പരിശുദ്ധാത്മാവ് രാത്രി നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇത് ഒടുവിലത്തെ കേൾവിയാണെന്നും ഇത് അവസാനത്തെ പ്രസംഗമാണെന്നും ഉള്ള നെഞ്ചോടടുത്ത ഭാരത്തോടെ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നു, നിന്റെ നിത്യത ഉറപ്പിച്ചേ ഈ ഗ്രൗണ്ട് വിട്ടു പോകാവൂ. ശ്രദ്ധിക്കണേ, ഞാൻ ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് പുറകിൽ അത്തിക്കയം എന്ന റാന്നി പത്തനംതിട്ടയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് ഒരു ശവത്തിൻ്റെ മുൻപിൽ സംസാരിക്കുകയാണ്. ഈ പ്രസംഗം ഈ തിരുവനന്തപുരം ഭാഗത്തുള്ള എൻ്റെ ഒരു ബന്ധു കേട്ടു, എൻ്റെ ഒരു സഹോദരിയുടെ ഭർത്താവ് കേട്ടു. ദൈവത്തിന് സ്തോത്രം. ആ പ്രിയപ്പെട്ടവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു: പാസ്റ്റർ രാജു, ഇരുന്ന് ചിന്തിക്കുന്നു, ശരീരരഹിതമായി ആത്മാക്കൾക്ക് അമർത്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, പഠിക്കാൻ ഇതിനെക്കുറിച്ച് തീരുമാനിക്കുക. പക്ഷെ അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണരുമ്പോൾ വന്ന മെസ്സേജ്, ഇന്നയാൾ മരിച്ചു. ഭാര്യയോടൊപ്പം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെഞ്ചിനകത്തൊരു വേദന, അവിടേക്ക് ഇരുന്നു. ഒരുപറ്റം കാർഡിയാക് ഡോക്ടേഴ്സിന്റെ നടുവിൽ വിഷയം വിശകലനം ചെയ്തപ്പോൾ അടുത്ത ഹാർട്ട് അറ്റാക്ക്. നേരെ മോർച്ചറിയിലേക്ക്, അവിടുന്ന് സെമിട്രിയിലേക്ക്. എൻ്റെ മുൻപിലിരിക്കുന്ന യുവമക്കളെ, മരണം നമ്മുടെ കൂടെ പറപ്പാ. ദൈവം നമുക്ക് ആയുസിനായി കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്തേ. കോവിഡ് കാലത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് ആരോഗ്യത്തോടെ കൊണ്ടുവന്നത് ഓർത്താൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാനായിട്ട് കഴിയും? ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ഹാർട്ടിൻ്റെ മിടിപ്പൊന്ന് അയഞ്ഞാൽ നിന്റെ ശരീരം മോർച്ചറിയിലാണ്. സ്തോത്രം. നിങ്ങൾ ഓർക്കണം, ഒരു മിനിറ്റിൽ 72 തവണ, ഒരു മണിക്കൂറിൽ എത്ര തവണ? ഒരു മിനിറ്റിൽ 72 തവണയിൽ ഒരു ഇടിപ്പിൽ 2.5 ഔൺസ് രക്തം, 25,000 കോടി നാഡീകോശങ്ങളും 15,000 ഇന്നർ ക്രോസ് കണക്ഷനുമുള്ള തലച്ചോറെന്ന ചെറുലോകം മുതൽ കാൽപാദം വരെ ഓടിയൊഴുകുന്ന ഈ പമ്പ 70 കൊല്ലം ഇടിച്ചു കഴിയുമ്പോൾ 250 കോടി വട്ടം ഇടിക്കുമെന്നാണ്. 250 ലക്ഷമല്ല, 250 കോടി വട്ടം പിടിക്കും. വാൽവ് ആരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? പക്ഷെങ്കിൽ ഈ പ്രോസസ്സിങ്ങിൻ്റെ കാലം ഏതാണ്ട് 80-90 കൊണ്ട് തീരും. ബാക്കി കുറെ കൂടി ഇരിക്കുമെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ ഒന്ന് കാണണം കേട്ടോ. എന്നാൽ ഈ പ്രോസസ്സ് ഇങ്ങനെ തുടങ്ങുമെന്നും അവസാനിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിദാസ ശലോമോൻ എഴുതി വെച്ചിരിക്കുന്ന ശക്തമായ നിർദ്ദേശമുണ്ട്. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവൻ ചുരുക്കമായി അരയ്ക്കും. അന്നവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതിയുള്ളതായി തോന്നും, പാട്ടുകാരത്തികളൊക്കെയും തളരും. ദൈവത്തിന് തുള്ളനെഴഞ്ഞ് നടക്കും. മരപ്പ്, പെരുപ്പ്, തരിപ്പ് ഒക്കെ തുടങ്ങുമ്പോൾ തുള്ളൻ രക്തയോട്ടം കുറയുന്നത് കൊണ്ട് തുള്ളനെഴഞ്ഞ് നടക്കും. വലിയൊരു വടിയടറ്റത്ത് കയ്യുടെ രൂപം കൊണ്ട് വെച്ചിട്ടുണ്ട് ചൊറിയാൻ. കാര്യം ഇത്രയേ ഉള്ളൂ, തുള്ളനെഴഞ്ഞ് നടക്കും. ദൈവത്തിന് രോചനക്കുരു ഫലിക്കാതെ വരും, ട്രീറ്റ്മെന്റ് ഏക്കാതെ വരും. അന്ന് വെള്ളിക്കിണ്ണം തകരും. ദൈവത്തിന് കിണറ്റിങ്കലെ ചക്രം അവസാനിക്കും. രക്തധമനികളുടെ പ്രവർത്തനം അവസാനിച്ച് ദൈവത്തിന് സ്തോത്രം. അതിന് അവസാനം പറയുന്നു, അതെ, ആ പൊൻപാത്രം പോലെ ഈ തലച്ചോറിന്റെ പ്രവർത്തനം സുഷിപ്നാനാഡിയും അവസാനിച്ച് കഴിയുമ്പോൾ ശലോമോൻ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മായാ മായാ, സകലതും മായ. ഇനി അടുത്ത ചോദ്യം വരുന്നു, ഈ പ്രോസസ്സിങ് തുടങ്ങുന്ന എവിടാണെന്നറിയാമോ? ഇനി ഇന്ന് രാത്രിയിൽ യോഗം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടെ പറയുക, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. എന്താ വീട്ടുകാവൽക്കാർ? ശരീരത്തിന്റെ 2 ബലിഷ്ഠ കരങ്ങളാണ് വീട്ടുകാവൽക്കാർ. ഇതിന് വിറയൽ തുടങ്ങുമ്പോൾ നാഡീകോശങ്ങളുടെ പ്രവർത്തനം ബലഹീനമായി പ്രോസസ്സ് ആരംഭിച്ചെന്ന് കണ്ടോണം.
നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് ലൈറ്റിൻ്റെ നേരെ പിടിക്കണം. ലൈറ്റിൻ്റെ നേരെ പിടിച്ച് മുകൾ പരപ്പ് വെട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഇരിക്കുന്ന 75%-യും കൈ വിറയ്ക്കും. സ്തോത്രം. വലിയ വിറയിലൊന്നുമല്ല, മുകൾ പരപ്പിൻ്റെ ചലനം നിങ്ങൾ തിരിച്ചറിയണം. ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ സമയമായെന്നല്ല, ന്യൂറോളജിസ്റ്റിൻ്റെ അടുക്കൽ ചെന്നാൽ 2 കൈയും നീട്ടിപ്പിടിക്കാൻ പറയും. അയാൾ സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. വിറയൽ തുടങ്ങിയെങ്കിൽ നാഡീകോശങ്ങളുടെ പ്രവർത്തനം അവസാനിച്ച് തുടങ്ങിയെന്നർത്ഥം. സ്തോത്രം. അങ്ങനാണെങ്കിൽ ആ വഴിക്കാണ് ഇവിടെ എല്ലാവരും. കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ നിത്യ ഉറക്കമാണെങ്കിൽ എൻ്റെ വിശ്രമം എൻ്റെ രക്ഷകൻ്റെ മാർവിലാകണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തിയൊന്ന് വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആപാത ചൂടം ചുടുനിണമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി കാൽവറിയിൽ പിടഞ്ഞു മരിച്ച യേശുവിൻ്റെ തിരുരക്തം എൻ്റെ പാപമോചനത്തിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് കടന്നു കയറി വിശ്വസിക്കാൻ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ കഴുകുന്ന കുഞ്ഞാർജ രക്തത്തിൻ്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിച്ചുകൊണ്ട് ാണ്. എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ദൈവത്തിന്റെ തേജസ് ഈ ഗ്രൗണ്ടിന് മീതെയും നിഴൽ വിരിച്ചു നിൽക്കുകയാണ്. കർത്താവിന്റെ കരം ചില വ്യക്തികളെ വിടുവിക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ രക്തം ചില പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി കഴുകാൻ തുടങ്ങുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ അന്യഭാഷയിലെ പോരാട്ടം ഉയരട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ പോരാടണം കേട്ടോ. ഇതിനകത്തിരിക്കുന്ന വ്യക്തികൾക്കുമേൽ വരാൻ തുടങ്ങുന്ന മരണവിധികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് മുറിച്ചു മാറ്റുന്ന രാത്രിയാണ്. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി യേശു ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. യേശു ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ദമസ്കോസിന്റെ പടിവാതുക്കൽ തേജസിന്റെ പ്രഭയിൽ ഇറങ്ങി വന്നിട്ട് മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് നന്നല്ലെന്ന് പറഞ്ഞ് ശൗലിനോട് ഇടപെട്ട യേശു ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവമെന്നൊരു പ്രതിഭാസമുണ്ടെങ്കിൽ നാളെ രാവിലെ 4 മണി കഴിഞ്ഞ് ഇതുവഴി വരുന്ന ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച സിഖ് യുവാവായ സുന്ദര സിംഗിൻ്റെ മുറിക്കകത്ത് തേജസ്സിൽ ക്രൂശിത രൂപം കാട്ടിക്കൊണ്ട് മുറിവേറ്റ കൈകളോടെ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന യേശു ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. 70,000 പേരെ കൊന്നുകൂട്ടിയ നരാധമനായിരിക്കുന്ന ISI അതേ പദ്ധതികളുടെ തലവന്റെ മകനെ ജയിലിൽ സന്ദർശിച്ച് ക്രൈസ്തവനാക്കി മാറ്റിയ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നീ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഒന്ന് നിലവിട്ട് കൈകൾ ഉയർത്തി യേശുവേ എന്നൊന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ആ കരം നിന്നെ പിടിക്കുന്ന രാത്രിയാണ്. കൂടെ പറപ്പേ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. അഭിഷിക്തന്മാർ ആത്മാവിൽ പോരാടിക്കാട്ടെ. അഭിഷിക്തന്മാർ ആത്മാവിൽ പോരാടിക്കാട്ടെ. കരിക്കൻവില്ല കലക്കേസിലെ 1ാമത്തെ പ്രതിയായ മദ്രാസിലെ മോൻ വളർത്തമ്മയുടെ വയറ്റിൽ കറിക്കത്തി കുത്തിക്കടത്തിയ ആ നീചനെ രക്ഷിച്ചതാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ രക്തത്തിൻ്റെ ശക്തി ഈ പരിസരങ്ങളിൽ ബലത്തോടെ വ്യാപരിക്കുകയാണ്. നിന്നെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ മുഖം വെച്ചിരിക്കുന്ന ബന്ധനത്തെ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഴിച്ചെടുക്കാൻ യേശുവിൻ്റെ കരം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്നെങ്കിൽ അന്യഭാഷയിൽ പോരാടുന്ന ദൈവമക്കൾ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുൻപിലിരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് ഈ വഴിവക്കിൽ ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കകത്ത് യേശുവിൻ്റെ നാമത്തിൽ ഈ ടെറസിൻ്റെ മുകളിൽ ഈ വാഹനങ്ങൾക്കകത്ത് ഈ വഴിയിലെ കല്ലുകളിൽ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ മേൽ മരണത്തിന്റെ കണികൾ വർഷിപ്പിച്ച് മരണത്തിന്റെ കൊതി വ്യാപരിപ്പിച്ച് ആത്മഹത്യക്ക് പോലും ശ്രമിക്കത്തക്ക വിധം ബന്ധിച്ചിരിക്കുന്ന ശക്തികളുടെ കെട്ടിനെ അഴിച്ചു മാറ്റി നിത്യജീവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ചിലരുടെ മേൽ പകരാൻ യേശുവിന്റെ കരം ഉയരുകയാണ്.
കരമുയർത്തി പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഈ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും എഴുന്നേറ്റിട്ട് ഗായക സംഘം ഒന്ന് മുൻപോട്ട് വരണം. ആ രണ്ട് കൈകളും നിങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട്, നിങ്ങൾ ഇന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവേ, പോരാ, നിങ്ങൾ എഴുന്നേറ്റ്, വേഗം എഴുന്നേറ്റ് ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവേ എന്ന് ഒന്ന് പറയണം കേട്ടോ. മോചനം വീണ്ടും ജനനവും, നീച്ച പാപി എൻ്റെ മേൽ വർഷിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിൻ മഹാകൃപയ്ക്കായി എന്ന പാട്ടിൻ്റെ ചരണങ്ങൾ ഗായക സംഘം എടുക്കുമ്പോൾ എല്ലാ ദൈവമക്കളും രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ദൈവദാസന്മാര് ഈ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അത് നാസയിലെ കണ്ടുപിടുത്തം പറയാനല്ല സ്വർഗം എന്നെ ഈ 4.5 മണിക്കൂർ യാത്ര ചെയ്ത് ഈ ഗ്രൗണ്ടിലേക്ക് വിട്ടത്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രം പറയാനല്ല ഇന്ന് രാത്രി സ്വർഗം എന്നെ ഇവിടെ അയച്ചത്. ഇന്ന് രാത്രി സുവിശേഷം പറയാനാ ഇവിടെ അയച്ചതെങ്കിൽ ആ തെളിഞ്ഞ ജീവന്റെ വചനം ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഈ രാത്രി കാൽവറിയിലെ രക്തത്തിന്റെ ശക്തി എൻ്റെ വിടുതലിനാണെന്ന് ബോധ്യമുള്ള ഒരു ദൈവവൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഈ സന്ദേശം കഴിയാതെ നിങ്ങൾ മടങ്ങരുത്. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയരട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. രക്തത്താൽ ജയം. അല്പ മിനിറ്റുകളിലെ പ്രഭാഷണ കേൾവിക്ക് വേണ്ടി മാത്രം വന്നവർ വേഗം പോയിക്കൊള്ളട്ടെ. എന്നാൽ ഇന്ന് രാത്രി പ്രാപിക്കാൻ വന്ന ദൈവമക്കൾ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന നിൽപ്പിൽ ക്രൂശിലേക്ക്, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, കാൽവറി ക്രൂശിലേക്ക് ഒന്ന് കണ്ണുയർത്തി നോക്കണം. സർപ്പദംശനത്താൽ പിടഞ്ഞു വീഴുന്ന യഹൂദൻ തന്റെ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് പിച്ചള സർപ്പത്തിലേക്ക് കണ്ണുയർത്തുമ്പോൾ അവിടെ നിന്ന് വ്യാപരിക്കുന്ന ശക്തി അവന്റെ സിരകളിൽ വ്യാപരിച്ച് അവൻ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കുന്നത് പോലെ ഇന്ന് രാത്രിയെ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് നിങ്ങളുടെ കണ്ണുകൾ കാൽവറിയിലേക്ക് ഉയർത്തിയാൽ നിങ്ങൾക്ക് രോഗശാന്തി മാത്രമല്ല, നിങ്ങളുടെ രക്തധമനികളിൽ ഒഴുകുന്ന നിത്യ മരണത്തിന്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റി ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് ചേർത്താൽ യേശുവിന്റെ കരം ചലിക്കുകയാണ്. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ എത്രത്തോളം ശബ്ദം ഈ പ്രതലത്തിൽ ഉയർത്താമോ അത്രത്തോളം ശബ്ദത്തിൽ ഗായക സംഘത്തോട് ചേർന്ന് നമുക്കൊന്ന് ഒരുമിച്ച് പാടാം. ക്രൂശിനെ നോക്കിക്കൊണ്ട് മോചനം വീണ്ടും ജനനവും. മോചനം വീണ്ടും ശബ്ദമുയർത്തി പാടിക്കണം, കരമുയർത്തി. നീജ പാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനം നീ ഗ്ലോറി തന്നു സ്വർഗാനുഗ്രഹങ്ങളും. ഒരിക്കൽ കൂടെ മക്കളെ, ഒരിക്കൽ കൂടെ മോചനം പാടിക്കാട്ടെ. ഓ നീച പാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനം നീ. ഗ്ലോറി തന്നു സ്വർഗാനുഗ്രഹങ്ങളും. ആമേൻ. നിൻ മഹാകൃപയ്ക്കായി അപ്പാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ശക്തിയോടെ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. നാശമില്ലാത്ത അവകാശവും നാശമില്ലാത്തവകാശവും. ഓ ഗ്ലോറി യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേലേക്കും. അക്കരമുയർത്തി നിൻ ഒരിക്കൽ കൂടെ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. എന്റെ കൂടെ പറപ്പേ കരങ്ങൾ രണ്ടും നെഞ്ചോടന്ന് ചേർത്ത് വെച്ച്
കണ്ണ് ഒരു നിമിഷവും തുറക്കണം കേട്ടോ. ഞാൻ ഈ ശുശ്രൂഷയ്ക്കൊടുവിൽ വളരെ വിനയത്തോടെ അപ്പോൾ തന്നെ ഒരു ശക്തമായ വെല്ലുവിളിയോടെ ചോദിക്കുന്നു, ഇതുപോലൊരു മരണം ചരിത്രത്തിൽ എവിടെങ്കിലും നടന്നിട്ടുണ്ടോ? ക്രൂശിൽ പിടയുന്ന സമയം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ വേളയിൽ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ്, ആനക്കുട്ടിയുടെ പ്രഥമ വിസർജ്യം പുളിപ്പിച്ച വീഞ്ഞിനോട് ചേർത്ത് മൂരും കലർത്തി സോഷ്യൽ അത് അന്തരീക്ഷത്തിൽ കുടിച്ചാൽ വ്യക്തി മയങ്ങിപ്പോകുന്ന അനസ്തേഷ്യ പോലെ കൊടുത്തപ്പോൾ മയങ്ങി മരിക്കാതെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കാൻ വന്നവൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ജീവനെ പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്ന സമയം ഉടനെ ഭൂകമ്പം ഉണ്ടായി എന്ന് വചനം പറയുന്നു. ഈ ഭൂമിയുടെ ഇന്നർ കോർ തിളയ്ക്കുന്ന ലോഹദ്രാവകമാ. ഇതിന് മുകളിൽ കിടക്കുന്ന ടെക്ടോണിക് പ്ലേറ്റുകളിൽ ഇന്റർലോക്കായാൽ ഉയരുന്ന മർദ്ദമാണ് ഭൂകമ്പമെങ്കിൽ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം താഴേക്കിറങ്ങി ഭൂഗർഭത്തെ ചലിപ്പിക്കണമെങ്കിൽ പാതാള ശക്തികളെ ചലിപ്പിച്ച ഒരു മരണമുണ്ടെങ്കിൽ അതെന്റെ രക്ഷകന്റെ കാൽവറി മരണമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം. കൈകൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചു പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ മരണബന്ധനത്തെ അഴിക്കാൻ യേശുവിന്റെ കരം ചലിക്കുകയാണ്. ആ രണ്ട് കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച്, പാസ്റ്റർ, ഈ നിത്യജീവന്റെ വചനം, ഈ സുവിശേഷം അംഗീകരിക്കാത്തവർ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ട് നിത്യ നരകമെന്ന ശിക്ഷാവിധി അനുഭവിക്കുമെങ്കിൽ എനിക്ക് പ്രാർത്ഥന വേണം. ഈ മോചനം വീണ്ടും ജനനവും നീചപാപി എൻ്റെ മേൽ വസിപ്പാൻ നിത്യജീവന്റെ ശക്തിയും പകരപ്പെടണം. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നെങ്കിൽ ആ വലതുകരം ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ധൈര്യമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് നീ ഇന്ന് രാത്രി കിടക്കുന്ന കിടപ്പറ നിന്റെ അന്ത്യ ഉറക്കത്തിന്റെ കിടപ്പറയായി മാറിയാൽ, അടുത്ത നിന്റെ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആണെന്ന് മുന്നറിയിപ്പ് കിട്ടിയാൽ, ഒരു ഹൃദയാഘാതം നിന്റെ ജീവനെടുത്താൽ ഭയപ്പെടാതെ യേശുവിനെ ആലിംഗനം ചെയ്യുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നിത്യത നിനക്കുറപ്പാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ പ്രാർത്ഥന നിരതരാകുമ്പോൾ ആ ഉയർത്തിയ കരങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ രാത്രി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഈ കരങ്ങളെ കൈമാറുകയാണ്. ക്രൂശിൽ ചൊരിഞ്ഞ നിത്യനിയമത്തിന്റെ രക്തത്താൽ ഈ കരങ്ങളെ ഞങ്ങൾ ആത്മാവിൽ മുദ്ര വയ്ക്കുന്നു. ഈ രാത്രി ഈ കരങ്ങളെ അവിടുന്ന് പിടിച്ചുകൊള്ളണമേ. തങ്ങളുടെ ഉപജീവനത്തിൽ നിന്നുള്ളത് മാറ്റിവെച്ച് ഈ യോഗം നടത്തുന്ന ഈ കുടുംബം നിത്യതയിലെത്തുമ്പോൾ ഈ ഉയർന്ന കരങ്ങൾ മുഖാന്തരം അവർ വിടുവിക്കപ്പെട്ട രഹസ്യം അറിയുമ്പോൾ അവർ ആനന്ദിക്കത്തക്ക വിധം ഈ കരങ്ങളുടെ മേൽ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്ര ഇന്ന് രാത്രി പതിയപ്പെടട്ടെ. കരങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൈമാറുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, പുരുഷാരത്തിന്റെ ആരവം പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ, സ്വർഗത്തിൽ കേട്ട ശബ്ദത്തോടെ ആമേൻ. കർത്താവായ യേശുവേ, ഒന്നും കൂടെ പറയാമോ? ആമേൻ. കർത്താവായ യേശുവേ. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. അടുത്ത വർഷത്തെ കൺവെൻഷന് മടങ്ങി വരവ് താമസിച്ചാൽ തിരശീല ഉയരും മുൻപ് യേശു മേഘങ്ങളിൽ മടങ്ങി വരാം. കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഈ തെളിഞ്ഞ സുവിശേഷം അത് പ്രസംഗിക്കപ്പെടാത്ത വേദി സുവിശേഷ യോഗമല്ല. ഇത് പ്രസംഗിക്കുന്ന വേദി മാത്രമാണ് സുവിശേഷ പ്രഭാഷണ വേദി. ഈ ആത്മീയ ശുശ്രൂഷ പങ്കുവെക്കാൻ ലഭ്യമായ അവസരത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടും ബോസ് പാസ്റ്റർ ഉൾപ്പെടെയുള്ള ദൈവഭൃത്യന്മാർക്കും ഈ കുടുംബത്തിനും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും അടുത്ത 4.5 മണിക്കൂറത്തെ യാത്രയാണ് ഞങ്ങൾക്ക് തിരിച്ചുള്ളതിനാൽ വേഗം പോകേണ്ടതുള്ളത് കൊണ്ട് യാത്രയാകുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുവാൻ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ അവസാന കുത്തിടുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.